കാലങ്ങൾ കഴിഞ്ഞാൽ കാലഹരണപ്പെടുക ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായിട്ടൊക്കെ സംസാരിച്ചതിനകത്തെല്ലാം ലേണിംഗ് ഔട്ട്കംസ്, OBE ഒക്കെ വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെന്നാണ് അടിവരയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് 2017 മുതൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ OBEയെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളും പ്രൊഫസർ റാവു നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാം 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒരു തരത്തിലുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഒക്കെ നമ്മൾ നടത്തി പരിശീലിച്ചതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ MGയിലും അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകളിലുമൊക്കെ OBEയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചർ നമുക്ക് ഫ്രെയിം ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെയൊക്കെ ഫുൾ സ്പിരിറ്റിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ OBEയുടെ ഒരു ട്രെയിനിങ് ഒന്നും നമുക്ക് നടത്താൻ സാധിക്കില്ല ഇന്നത്തെ ദിവസം. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് എല്ലാവർക്കും ഒരു 5 എക്സസൈസ് തരിക, ആ എക്സസൈസ് നിങ്ങൾ ഇവിടെ ചെയ്ത് പരിശീലിച്ച് അത്യാവശ്യം അതിനകത്തുള്ള ഒരു പ്രൊഫഷൻസി നേടിയിട്ട് പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്നതിൽ പലരും എന്നേക്കാൾ പ്രഗത്ഭരാണ് ഈ വിഷയങ്ങളിൽ. അതുപോലെ തന്നെ പലരും ഇത് പല വട്ടങ്ങളിലായിട്ട് കേട്ടിട്ടുള്ളവരുണ്ടാവാം. അതുകൊണ്ട് ഞാനത് പറയാൻ പലതും സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല എന്നുകൊണ്ട്. കാരണം നമുക്ക് പലരും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരും ഉണ്ടാവാം എന്നുള്ള ചെറിയ ആ ഒരു അസംഷനിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പിന്നെ ഇതിൻ്റെ ഒരു ഇത് ശരിയാണ്. ഓക്കെ, താങ്ക്സ്. പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൻ്റെ തൊഴിൽ സ്ഥലത്ത് ഉണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെക്യൂരിറ്റി ഓഫീസർ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തി. അതിൻ്റെ പുറത്ത് അദ്ദേഹം ഏതാണ്ട് 25 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം അയാൾ ആ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം വെളിയിലിറങ്ങി അയാളുടെ ഫാക്ടറിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അയാളുടെ മനസ്സിലുള്ളത് ഈ കാണുന്ന പിക്ചറാണ്. ഇതിനകത്ത് ആ ഫാക്ടറിയിലേക്കുള്ള ആ കാലഘട്ടങ്ങളിൽ ഇയാൾ പോകുന്നതിന് മുമ്പുള്ള തിരക്കാണ്. ആ തിരക്കെന്ന് പറഞ്ഞാൽ അതിഭക്തമായ ആളാണ്, വലിയൊരു ഫാക്ടറിയാണ്, നിരവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ നിരവധി കടകളുണ്ട്, വാഹനങ്ങളിൽ ജീവനക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ അയാൾ അവിടെ എത്തുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു കഥയാണെങ്കിൽ പലരും ചിലപ്പോൾ പല കാര്യങ്ങളും അറിയാതിരിക്കും, നിങ്ങൾക്ക് കേട്ടതും ഒക്കെ ആയിരിക്കും. പിന്നെ OBEയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നിങ്ങൾ പിന്നെ അത് കേട്ടതും അറിഞ്ഞുമൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും സമ്മർദ്ദത്തിലൊക്കെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഈ അടുത്ത ക്ലാസ്സൊക്കെ എടുക്കാൻ വരുന്ന ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ചാൽ നമ്മളൊരു ആവേശം കൊള്ളുള്ളൂ. ഇപ്പോൾ ഏതായാലും തൽക്കാലം അതിനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇയാൾ തിരിച്ചങ്ങോട്ട് നടന്നു പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അയാളുടെ ചിന്ത മുഴുവൻ ആ പഴയ പിക്ചറാണ് അയാളുടെ മനസ്സിൽ. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ അയാൾ ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അയാൾ തൊട്ടടുത്ത് എത്തിയപ്പോൾ അയാൾ കണ്ടത് ഇതാണ്. ആ സ്ഥാപനമെല്ലാം അവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. ആകെ എന്തായി പറഞ്ഞ ഫോറസ്റ്റായ ഒരു പ്രദേശം മുഴുവൻ വിൻ്ററിൽ വില പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. ആ ഫാക്ടറിയുടെ മുൻഭാഗമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ആദ്യത്തെ പിക്ചർ പണ്ടത്തെ ഫാക്ടറി ആയിരുന്നു, അതിൻ്റെ പിന്നീട് അവിടെ എത്തി. അപ്പോൾ അയാൾ അവിടെ വെറും ശവപ്പറമ്പ് പോലെ ഉള്ള ഒരു പ്രദേശമായി മാറിയത്. വർഷങ്ങളോളം അയാൾ പോയതിനു ശേഷം അയാൾ അത്ഭുതപ്പെട്ടു, ഇതൊന്നും അറിഞ്ഞേയില്ലല്ലോ ഇത്രയും കാലമായിട്ട് എന്ന് വിചാരിച്ച അയാളെ ആകാംക്ഷയായി. മാത്രമല്ല സ്തബ്ധനായിപ്പോയി അയാൾ. അവിടെ ആ വാതക്കൽ അയാൾ നിൽക്കുകയാണ്. കുറേ നേരം അയാൾ വിഷമത്തോടെ നിന്നു. എന്ത് പ്രതീക്ഷയായിരുന്നു എനിക്ക് ഇവിടെ ജോലി തിരിച്ച് പ്രവേശിക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അയാൾ വന്നത്. അതിനുശേഷം അയാൾ ആ ജനലിൽ മതിൽക്കെട്ട് കടന്ന് അയാൾ അതിനപ്പുറത്ത് പോയി. സെക്യൂരിറ്റി ഓഫീസറായിരുന്നു കേട്ടോ. അപ്പോൾ അയാളായിട്ട് അകത്ത് കയറി അയാൾ വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചകത്ത് കയറാൻ. ശബ്ദമൊന്നുമില്ല, ഒരു മനുഷ്യനുമില്ല, വിജനതയാണ് ആകെ.
ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. അകത്തയാൾ കയറി പതുക്കെ അയാൾ ജനലും അതിൻ്റെ വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നപ്പോഴയാൾ കണ്ടത് ലൈറ്റൊന്നുമില്ല, ഇരുട്ടാണ്. പെട്ടെന്ന് അയാൾക്കറിയാം സ്വിച്ചൊക്കെ എവിടെയാണ്. അയാൾ ആ സ്വിച്ച് ഇട്ടു. ഇട്ടപ്പോൾ അയാൾ കണ്ടത് ഇതാണ്. അതിനകത്ത് മുഴുവൻ റോബോട്ടുകൾ പ്രവർത്തിച്ച് നിരന്തരമായിട്ട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണത്. ആ ഫാക്ടറി കഴിഞ്ഞ 25 വർഷത്തിനകത്ത് ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടന്നു. അപ്പോൾ അയാളത് കണ്ട അയാൾക്കൊരു ശബ്ദം പോലും അയാൾ കേൾക്കുന്നില്ല കേട്ടോ. ഫാക്ടറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞത് ഇത് പിന്നെ ഉള്ളതാണോ നടന്നാണോ എന്നുള്ള ചോദ്യമില്ല, കഥയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ടെക്നോളജി വരുന്നതോടുകൂടി നമ്മുടെ പല സംഗതികളും കാലഹരണപ്പെടുകയാണ്. സോ മെനി ഓഫ് അവർ ഇൻഡസ്ട്രിയൽ, ടെക്നോളജിക്കൽ ആൻഡ് ഓൾ സോഷ്യൽ കൺസ്ട്രക്റ്റ് പലതും നമ്മൾ ഇതായിട്ട് പോയിക്കൊണ്ടിരുന്നത് ബിക്കം ഇൻഫ്രക്ഷ്യസ് ആകുകയാണ്, കാലഹരണപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ കാലഹരണപ്പെടുന്ന ഈ ടെക്നോളജിയെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? ഇതിനൊരു പേരുണ്ട് അല്ലേ? ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് സംഗതിയും പുതിയ കാലഘട്ടങ്ങളിലേക്ക് പുതുതായിട്ട് വരുന്നു. ഇപ്പം ChatGPT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതെല്ലാം വരുന്നതോടുകൂടി നമ്മുടെ പല ടെക്നോളജിയും കാലഹരണപ്പെടുക. പഴയ ടെക്നോളജി മുഴുവൻ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് പകരം വെക്കാൻ പുതിയ സംഗതിയിലേക്ക് നമ്മൾ അഡാപ്റ്റീവായിട്ട് മാറുക എന്നുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെക്നോളജി. ഈ ഡിസ്ക്രിപ്റ്റീവ് ടെക്നോളജി പല കാലങ്ങളായിട്ടുണ്ട്. കമ്പ്യൂട്ടർ വന്ന കാലത്തുണ്ടായി, ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ഉണ്ടായ സമയത്തുണ്ടായി. അങ്ങനെ പല പല സ്റ്റേജസ് ആയിട്ട് നടന്നുകൊണ്ട് പോവുക. ഇപ്പം നമുക്കറിയാം എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വരുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇഫ് ഇൻ ദ ഫ്യൂച്ചർ ഡു വി റിയലി റിക്വയർ ടീച്ചേഴ്സ് അല്ലേ? പക്ഷെ നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. കാരണം നാളെ ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി അധ്യാപകർ നമ്മൾ ഓരോരുത്തരേക്കാൾ കവിഞ്ഞ കുട്ടികൾ ഓരോരുത്തരും ചൂസ് ചെയ്യപ്പെടുന്ന അവരുടെ മനസ്സിലുള്ള അവർ ഫാൻറ്റസി ചെയ്തേക്കുന്ന അധ്യാപകരുടെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അധ്യാപകൻ അവരുടെ മുമ്പിൽ വരാം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാം. ആ അധ്യാപകർക്ക് അവരുദ്ദേശിക്കുന്ന എനിക്കൊരു ലേഡി ടീച്ചറിനെ വേണമെന്നൊരു കുട്ടി ആഗ്രഹിക്കുക. ആ ലേഡി ടീച്ചറിൻ്റെ ആ സൗന്ദര്യമോ ആകാരോ അടിവുകളോ അവരുടെ സ്വഭാവങ്ങളോ അവരുടെ മാനസികമോ ഒക്കെ ആ കുട്ടി നേരത്തെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വ്യക്തിയെ കിട്ടും ആ കുട്ടിക്ക്. അതുപോലെ ഒരു പെൺകുട്ടി, അങ്ങനെ വേണ്ട, പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ആ ഒരു തരത്തിലും ആവാം അല്ലേ? ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് ആവാം നമ്മൾ അടുത്ത. കാരണം 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത്തരത്തിൽ ഈ സംഗതിയിലേക്കാണ് മാറ്റങ്ങൾ. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും നമ്മൾ എന്തൊക്കെയാണോ പുതിയ ഇന്നോവേഷൻസ് നമ്മൾ കൊണ്ടുവരാതെ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സത്യത്തിൽ ഇപ്പം നമ്മൾ കരിക്കുലത്തിൻ്റെ പല പ്രശ്നങ്ങളും എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഈ പലപ്പോഴും എനിക്ക് ആ ഇതും തരാമോ? അപ്പൊ സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഇത് ആ രീതിക്ക് നമുക്ക് മാറ്റങ്ങൾ ഒത്തിരി നമ്മൾ നേരിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ സാധിക്കുള്ളൂ. പലതരത്തിലുള്ള ചേഞ്ചസിന് നമ്മൾ തയ്യാറാവണം. കാരണം സൊഫിസ്റ്റിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I think that is the best way to suit all these kind of situations. Sophistication, എല്ലാ മേഖലകളിലും നമുക്ക് സൊഫിസ്റ്റിക്കേഷൻ വേണം. ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്നതിൽ അത് കുട്ടികളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനും സാധിക്കണം. അപ്പം ഞാനിത് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. എൻ്റെ ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല, ഞാനൊരു ഈ പറഞ്ഞ എന്നെയും നിങ്ങൾ മറന്നു പോകരുത് കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ പടം ഇതിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. സോ ലേണിംഗ് എന്ന് പറയുന്ന സംഗതിയെ കാര്യം പറഞ്ഞാൽ പലരും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കോബ് എന്ന് പറയുന്ന ഒരാൾ 1948 പറഞ്ഞ ഒരു വേർഡിങ്സ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് പലതിലും. നോളജ് ഈസ് ക്രിയേറ്റഡ് ആസ് എ ന്യൂ നോളജ് വിച്ച് ഈസ് എ നോളജ് പ്രൊഡക്ഷൻ ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് വഴി തന്നെയുള്ള നോളജാണ്. ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയത്, നമ്മൾ മകപ്പ് ചെയ്ത് പല കാര്യങ്ങൾ പഠിക്കുന്നതൊന്നും ഒരു നോളജ് അല്ല. ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യണം. അത് ബൈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓൺലി ദ നോളജ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, ന്യൂ നോളജ്. നമ്മുടെ ടോപ്പിക് ഇതാണ്, ലേണിംഗ് ഔട്ട്കംസ്, കോഴ്സ് ഡിസൈനിങ്, OBE. പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധിയെ വിസ്മരിച്ചുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, നോക്കിയാൽ ദ ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റൻസസ് ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് എ അൺഹെൽത്തി ഗ്രോത്ത്. സറൗണ്ടിങ്സുമായിട്ട് നമ്മളിപ്പം സംസാരിക്കുന്ന മുഴുവൻ അങ്ങനെയാണ്.
So we need to in fact interact with the society. We need to address the issues of the society. അതുപോലെ തന്നെ നമ്മൾ എവ്രി ഡേ ഒരു റിസർച്ചിനെ കുറിച്ച് പണ്ട് കേട്ട ഒരു പരസ്യവാചകമുണ്ട് കേട്ടോ, അതെനിക്ക് എപ്പോഴും തോന്നുന്നുള്ള, റിസർച്ച് ഈസ് ടു സീ ദാറ്റ് വാട്ട് എവരിബഡി എൽസ് ഹാവ് സീൻ ബട്ട് ടു തിങ്ക് ദാറ്റ് നോബഡി എൽസ് ഹാവ് തോട്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളെ ഒബ്സർവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ എന്തൊക്കെ ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ ആ ഒബ്സർവേഷൻ എല്ലാവർക്കും ഒരേപോലെ തന്നെ നടക്കുന്ന ഒബ്സർവേഷനാണ്. ബട്ട് ഹൗ ടു ഒബ്സർവ് ഇറ്റ് ഡിഫറെൻ്റ്ലി ദാൻ അതേഴ്സ്, ആ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പം സമൂഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ സാധിക്കുകയാണെങ്കിലും അക്കാഡമിക് സമൂഹത്തിന് മറ്റ് സൊസൈറ്റിയായിട്ട് ഇടപെടാൻ സാധിക്കുന്നതും സൊസൈറ്റിയുടെ ഇഷ്യൂസ് നമ്മുടേതായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് ഇന്റേണലൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ദാറ്റ് ആക്ച്വൽ അക്കാഡമിക് പർപ്പസ് വിൽ ബി മെറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഗാന്ധിജി പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗോയിങ് ടു ദ സ്കൂൾ ആൻഡ് ഗെറ്റിംഗ് എ ഡിഗ്രി, ബട്ട് ഇറ്റ് ഈസ് എ വൈഡനിങ് യുവർ നോളജ്, അബ്സോർബിങ് ദ ട്രൂത്ത് ഓഫ് ദ ലൈഫ്. കണ്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ആ രീതിയിലുള്ള ഒരു ട്രൂ പേഴ്സണായിട്ട് നമ്മൾ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നും ഇല്ല ഇപ്പം. പലപ്പോഴും നമ്മളതിനെയൊക്കെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പല രീതിയിലും നമ്മൾ വിളിക്കുന്നു. ഇപ്പം ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് പലതരത്തിലും ഇതിനകത്ത് പ്രചോദനം നൽകുന്നതാണ്. പണ്ടേ തന്നെ ഗാന്ധിജി ഇത് കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നും നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഔട്ട്കം പറയണം. കാരണം ഔട്ട്കം പറയാതെ ഞാൻ ഇത് തുടങ്ങുന്നത് നിങ്ങളെ ആംബിഗസ് ഒരു പൊസിഷനിലേക്ക് നിർത്തിയിട്ട് സംസാരിക്കുന്നത് തുല്യമാണ്. അപ്പം നമ്മൾ ഏത് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് പറയുന്ന പോലെ തന്നെ ഞാൻ ബൈ ദി എൻഡ് ഓഫ് ദി സെഷൻ, ഈ സെഷൻ എന്ന് പറഞ്ഞാൽ 3:30 വരെ നീണ്ടു നിൽക്കും. പലരും നെറ്റ് വിളിക്കുന്നുണ്ട് 3:30 എന്ന് കേട്ടപ്പോൾ, അതിന് മുമ്പേ ഒക്കെ പോയിക്കളയാന്ന് വിചാരിച്ചാണ്. അപ്പം 3:30 വരെയുള്ള സെഷൻ ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഐ വിൽ കവർ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്, പ്രോഗ്രാം ഔട്ട്കംസ്, and then program specific outcomes, role of taxonomy in course outcomes and its mapping, assessment items and rubrics. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലൊക്കെ പലരും, ഞാൻ ഏതൊക്കെയോ കോളേജുകളിലൊക്കെ പലപ്പോഴും ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് പ്രൊഫസർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ട്രെയിനിങ്ങിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ എല്ലാം ഉള്ള സംഗതി ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ് അതൊക്കെ, അല്ലെങ്കിൽ 2 ദിവസം, മിനിമം 2 ദിവസത്തിൽ വേണം. കാരണം നമ്മൾ ഇതെല്ലാം, കാരണം എവറി ഡേ ഇറ്റ് ഈസ് ആൻ ഇവോൾവിങ് പ്രോസസ്. ലേണിംഗ് ആണെങ്കിലും ശരി, കരിക്കുലം ഡിസൈനിങ് ആണെങ്കിലും ശരി, എവറി ഡേ ഇവോൾവിങ് പ്രോസസ്സാണ്. കാരണം നമുക്ക് ഒരിക്കലും അതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല. എത്ര നല്ല കരിക്കുലം നിങ്ങൾ ഉണ്ടാക്കിയാലും ദാറ്റ് കരിക്കുലം വിൽ ബിക്കം ഔട്ട്ഡേറ്റഡ് ആഫ്റ്റർ എ ഫ്യൂ കപ്പിൾ ഓഫ് ഇയേഴ്സ്. അത് കഴിഞ്ഞ് നിങ്ങൾ അത് വീണ്ടും റിവൈവ് ചെയ്യണം. UGC തന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ, UGCയുടെ ഒരു ഡോക്യുമെന്റ് ഒക്കെ പഴയതല്ല, ഇപ്പോഴും എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ എവറി 3-year പീരീഡ് ഓഫ് ടൈം you have to revive your syllabus, revive your curriculum. അപ്പം 3 വർഷം നമുക്ക് സമയമുള്ളൂ. പല സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അറിയാമല്ലോ, കാലഹരണപ്പെടുകയാണ് പെട്ടെന്ന്. അപ്പോൾ ഇതിന് 5 വർഷം കൊണ്ട് തന്നെ ഒരു 20-30% ഓഫ് ദി കോഴ്സ് കണ്ടന്റ്സ് ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും പരിഷ്കരിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് പൊതുവേ ഈ വർക്ക്ഷോപ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള, ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു വാക്കിനകത്ത് ഉപയോഗിച്ചു, അണ്ടർസ്റ്റാൻഡ്. കാരണം നമ്മൾ ബ്ലൂംസിന്റെ ടാക്സോണമിയിലേക്കൊക്കെ പോകുമ്പോഴേ അണ്ടർസ്റ്റാൻഡ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറമൊന്നും എനിക്കിവിടെ ഒരു വാദഗതിയില്ല. കേവലം അണ്ടർസ്റ്റാൻഡ് തന്നെ നിങ്ങൾ ചില വാക്കുകളിലേക്ക് റിമെമ്പറിലേക്കല്ലേ പോകണമെന്ന് അറിയത്തില്ല, എന്നാലും അണ്ടർസ്റ്റാൻഡ് നമുക്ക് വെക്കാം അതിനകത്ത്. അപ്പോൾ ഇതാണ് ദെൻ OBE ഈസ് എൻ എഡ്യൂക്കേഷൻ. എന്താണ് OBE ആക്ച്വലി? OBE എന്നുള്ള പേര് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പണ്ടേ തന്നെ. അത് വില്യം സ്പാഡിയാണ് ഇത് മുന്നോട്ട് വെച്ചത് ആദ്യമായിട്ട്, വില്യം സ്പാഡി. അത് എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് ദ പ്രൈം പർപ്പസ് ഈസ് ടു ലൈഫ് റോൾസ്. കുട്ടികളെല്ലാം നമ്മൾ അവർ സമൂഹത്തിൽ ഇടപെടുക, അവരുടെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരാം. ആ വാചകം തന്നെ നോക്കുക, ലൈഫ് റോൾസ് ദാറ്റ് ദേ വിൽ ഫേസ് ആഫ്റ്റർ ദെയർ ഫോർമൽ എഡ്യൂക്കേഷൻ ഫ്രം ആൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വൺസ് എ കംപ്ലീറ്റ്. അതാണ് അതിൻ്റെ സ്പാഡി അതിനെക്കുറിച്ചുള്ള ഡിഫിനിഷൻ. OBE എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഒരു മോഡലാണ്, അല്ലെ ഒരു അപ്രോച്ചാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വളരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഔട്ട്കമും ആക്ച്വലി മെഷറബിൾ ആയി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഔട്ട്കം എന്ത് വേണേൽ പറയാം, സബ്ജക്റ്റീവായിട്ട് പല ഔട്ട്കമും നമ്മൾ പറഞ്ഞാലും ദ ഓൺലി തിങ് ഈസ് ദാറ്റ് വി നീഡ് ടു മെഷർ ഇറ്റ് ഇൻ യുവർ കൺവെൻഷണൽ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി നോംസ്. അതിനകത്തോട് മെഷർ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ഔട്ട്കം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ വി നീഡ് എ വെരി മോഡൽ ത്രൂ വിച്ച് വി ക്യാൻ മെഷർ അവർ സ്റ്റേറ്റഡ് ഔട്ട്കംസ്. അങ്ങനെയുള്ള ഔട്ട്കം മെഷർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മൾ OBE കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ അതിനെ ഡിസൈനിങ് ആൻഡ് അസസിങ്. സോ ഡിസൈനിങ്ങും
ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അസസ്മെൻറ്റും ഉണ്ട്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദർ ഈസ് എ ട്രാൻസാക്ഷൻ ലെവൽ. So continuous this designing level, transacting to the classrooms and even outside of the classrooms, then finally the outcome assessments and അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മൾ നേരത്തെ തന്നെ ഔട്ട്കം അസസ് ചെയ്യുന്നത് കൊണ്ട് തീർന്നില്ല. ബട്ട് അസസ് ചെയ്ത് കൂടാതെ ഔട്ട്കംസ്, വെദർ ദ സ്റ്റുഡൻറ് ഹാസ് അച്ചീവ്ഡ് ദാറ്റ് ഔട്ട്കം, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ അറ്റൈൻമെന്റ്സ്. അറ്റൈൻ ചെയ്തോ എന്നുള്ളതോടെ മനസ്സിലാക്കുക. അല്ലാതെ കേവലം നമ്മൾ പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു കുട്ടികളെ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ല. അതിനപ്പുറം ആ കുട്ടികൾ ആക്ച്വലി നമ്മൾ എക്സ്പെക്റ്റഡ് ഔട്ട്കം, നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കംസ് അവർ മീറ്റ് ചെയ്തോ, നമ്മുടെ ഡിക്ലെയർഡ് ഐറ്റംസും ഔട്ട്കംസും മീറ്റ് ചെയ്തോ എന്നുള്ള ഒരു ചെയിൻ ഓഫ് ആക്ഷൻ കൂടെ ഉണ്ടാവണം. കാരണം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ് സെയിം പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എവറി ഇയർ. ഓർ ഇഫ് ഇറ്റ് ഈസ് ദർ ഈസ് എനി ഡിഫക്ട്സ്, അല്ലെങ്കിൽ ചില ഗ്യാപ്സ് ഉണ്ടായിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, വാട്ട് വി വിൽ ഡു, വി വിൽ ഹാവ് ടു റീകറക്റ്റ് ഇറ്റ്. അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് സെക്കൻഡ്ലി ആ ഒരു പ്രോസസ് ഉണ്ട്. Then the third one is actually now our existing system ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. എന്താണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒരു പുതിയ സംഗതിയായിട്ട് വരികയാണെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി കറന്റ്ലി വി ഹാവ്? എന്താ ഉള്ളത്? നമ്മുടെ ഇൻപുട്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ അതിന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇൻപുട്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ഔട്ട്കംസ്, ദാറ്റ്സ് ഓൾ. ഔട്ട്കത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യാതിരുന്നുള്ള എല്ലാ ഇൻപുട്ടാണ്. കാരണം ഇൻപുട്ടിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടന്റുകൾ ആവശ്യം പോലെ കൂട്ടുന്നു. നമ്മൾ 18 വീക്കിലുള്ള കണ്ടന്റ് ആയിരുന്നു ഇത്ര നാളും ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ 15 വീക്കിലുള്ള കണ്ടന്റ് ആയിട്ട് ചുരുക്കി. അതൊക്കെ ശരി, പക്ഷെ 18 വീക്കിലുള്ള കണ്ടന്റ് ആയിരുന്നു നമ്മുടെ യഥാർത്ഥത്തിലുള്ളത്. 18 വീക്ക് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ 20 വീക്കിന്റെ കണ്ടന്റ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കണ്ടന്റുകൾ വളരെ കൂടുതലാണ്. ട്രാൻസാക്ഷൻ മെത്തേഡ് നമ്മൾ പല രീതിയിൽ ഉപയോഗിച്ചു. കുട്ടികൾക്ക് വീണ്ടും വീണ്ടും പരിഷ്കരണങ്ങൾ പലതും ചെയ്തു. നമ്മൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വൺ തിങ് വി ഫോർഗെറ്റ്, ദാറ്റ് വാസ് ദി ഔട്ട്കംസ്. ഔട്ട്കം ആക്ച്വലി ആ കുട്ടി അറ്റൈൻ ചെയ്തോ, അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്കം സ്റ്റേറ്റ് ചെയ്തിട്ട് പോലും ഇല്ല, അല്ലേ? നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അച്ചീവ് ചെയ്തോ എന്നുള്ളത് നമ്മൾ കേവലം നമ്മൾ ഔട്ട്കം ആയിട്ടല്ലാത്തത് കൊണ്ട് വി ഡിഡ്ന്റ് ഫോക്കസ് ഓൺ ഔട്ട്കംസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്കം അച്ചീവ് ചെയ്തോ എന്നുള്ള പ്രോസസ്സ് കൂടെ നടത്തി അതിനനുസരിച്ചുള്ള കറക്ഷൻസ് കൂടെ നടത്തുന്ന പ്രോസസ്സ് നമ്മുടെ നേരത്തെ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു, അല്ലേ? നമ്മൾ ആരോടും ചോദിക്കാറില്ല. നമ്മുടെ കുട്ടികൾ പഠിച്ചു പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ നല്ല കുട്ടികൾ, അതായത് നല്ല അച്ചീവ്മെന്റ്സ് നേടിയ കുട്ടികൾ നമ്മുടെ അടുത്ത് വരും. അല്ലാത്തവരെ നമ്മൾ എവിടെ കാണും? നമ്മൾ റോഡിൽ അവര് പണിയെടുക്കുകയോ അല്ലെ പിന്നെ വേറെ കൂലിപ്പണിക്ക് പോകുന്ന പിള്ളേരൊക്കെ ഇല്ലേ നമ്മുടെ കൂട്ടത്തില്. അവരെ വഴി വെച്ച് കാണുമ്പോൾ അവര് നമ്മളിൽ നിന്നും അകന്നു പോകാനായിട്ട് ശ്രമിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ട പ്രോഗ്രഷൻ പോയ കുട്ടികൾ മാത്രം നമ്മളെ കാണാൻ വരും, അല്ലെ അവർ നമ്മളെ വിളിക്കും. അവരായിരിക്കും ഗെറ്റ് ടുഗദറിന് വരുന്നത്. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഒരു പക്ഷേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുട്ടികളും നമ്മുടെ മുമ്പിൽ വന്നേക്കാം. അവന്റെ ഓട്ടോയിൽ കയറുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. സോ ദ ഫൈനൽ ഡിസിഷൻ ഈസ് ടു ഡെമോൺസ്ട്രേറ്റ്. ഒരു ഔട്ട്കം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഔട്ട്കം നീഡ് ടു ബി ഡെമോൺസ്ട്രേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ഡു ഓർ ഡെമോൺസ്ട്രേറ്റ്. അതിന് ഇനി പ്രാധാന്യമാണ്. പഠിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അവൻ പഠിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ നേരത്തെ ഗാന്ധിജി പറഞ്ഞ വാക്കുകളിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മൾ എക്സ്പീരിയൻസ് വഴി നേടുന്ന ലേണിംഗ് മാത്രമേ ദാറ്റ് വിൽ സസ്റ്റെയിൻ. ദെൻ സോ ദാറ്റ്സ് എ തിങ്. ദെൻ മറ്റൊരു കാര്യം പറയാനുള്ള ഇതാണ് OBE കുറിച്ച്. OBE വിമർശനങ്ങൾ ഒത്തിരി ഉണ്ട് OBE കുറിച്ച്. അതൊന്നും ഇല്ലെന്നൊന്നും അല്ലേ. OBE ഈസ് നോട്ട് ദ അബ്സല്യൂട്ട് സൊല്യൂഷൻ ടു എവറിത്തിങ്. അപ്പൊ അതുകൊണ്ട് OBE തീർച്ചയായിട്ടും OBE കുറിച്ചുള്ള നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. നെറ്റിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ആർട്ടിക്കിളുണ്ട് OBE വിമർശിച്ചുകൊണ്ടുള്ള ക്രിറ്റിസിസംസ്. നല്ല നല്ല പേപ്പറുകൾ ജേർണലുകളിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഓവറോൾ ഇൻ ജനറൽ OBE ഈസ് ബൈ ആൻഡ് ലാർജ് വൺ ഓഫ് ദി പോപ്പുലർ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ മോഡൽ. അതിൻ്റെ ഇതാണ് USA-യിലും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പ്രയോഗത്തിലുള്ളതാണ് OBE. താഴെ ഞാൻ കുറേ യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ സൈറ്റുകളിൽ നോക്കിയാൽ OBEയുടെ നല്ല അവർ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് വിവിധ യൂണിവേഴ്സിറ്റികൾ. നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നവർ തന്നെ പല സ്ഥാപനങ്ങളിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും OBE നേരത്തെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും അതൊരു 2-3 വർഷമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടെന്നറിയാം. പക്ഷേ ഓവറോൾ ഇൻ ഗ്ലോബലി very few a couple of top rated institutions are listed here. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. OBE നമ്മൾ പറയുമ്പോൾ
അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് വേണമല്ലോ. അത് പറഞ്ഞ് ഇങ്ങനെ ഇപ്പം ഒരു ഡോക്യുമെന്റ് നമ്മൾ കരിക്കുലത്തിന്റെ ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് നമ്മൾ പുറപ്പെടുവിച്ചു. ആ ഡോക്യുമെന്റിൽ അത് പറയുന്നുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ OB എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് അതിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് നാക്കും NBA ആണ്. NBA ആണ് തുടക്കത്തിലേത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലുള്ള അക്രഡിറ്റേഷൻ സംവിധാനം. നാക്കിന്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾ നോക്കിയോ, മാനുവൽ എടുത്ത് നോക്കിയാൽ ആ മാനുവൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ സ്ട്രക്ചർ, പ്രോഗ്രാം ഔട്ട്കം, പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം, കോഴ്സ് ഔട്ട്കം ഉണ്ട്. അല്ല വേറൊരു ഡോക്യുമെന്റ് നിങ്ങൾ നോക്കിയാൽ കാണത്തില്ല. UGCയുടെ പല ഡോക്യുമെന്റിലും ലേണിംഗ് ഔട്ട്കം ഒക്കെ പറയുന്നുണ്ട്. നേരത്തെ ഡോക്യുമെന്റിൽ OBE കുറിച്ച് ഉണ്ടായിരുന്നത് വീണ്ടും അവർ റീവർക്ക് ചെയ്ത് PEO ഒക്കെ ആക്കി, PSO PEO എന്നൊക്കെ ഉണ്ട്. പക്ഷേ നാക്ക് കൺസിസ്റ്റന്റ്ലി ദേ മെയിൻറ്റെയിൻ ദാറ്റ് ദർ ആർ 3 ലെവൽസ്, ദാറ്റ് പ്രോഗ്രാം ഔട്ട്കം, പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആൻഡ് കോഴ്സ് ഔട്ട്കംസ്. പിന്നെ അതർ റാങ്കിങ് ഫ്രെയിംവർക്സ്, ഇതിലൊക്കെ ഇതിന്റെ ഉപയോഗങ്ങൾ ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു കോൺടാക്ട്, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കേട്ടോ. ഈ OBE ഒക്കെ, OBE എന്ന് മാത്രമല്ല ലേണിംഗ് ഔട്ട്കത്തിന്റെ ഒക്കെ പ്രാധാന്യം. There is one word called വാഷിംഗ്ടൺ അക്കോർഡ്. ഇതിനെക്കുറിച്ച് പലർക്കും അറിയായിരിക്കും എന്താണെന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ NBA എന്നുള്ള ഒരു സാധനം, NBA ആണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. ഈ അക്രഡിറ്റേഷൻ്റെ ഒരു സിസ്റ്റം ഇന്ത്യ കൊണ്ടുവരുന്നത് തന്നെ ആദ്യമായിട്ട് NBA, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അക്രഡിറ്റേഷൻ ആണല്ലോ. അവരെന്തിനാ ഇത് ചെയ്തത്? കേരളത്തിൽ നിന്നുള്ള അല്ല ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന് പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അഡീഷണൽ ക്രെഡിറ്റ് നിർബന്ധമായിരുന്നു. അവർക്ക് ഇക്വലൻസി കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഏകീകൃത ഇക്വലൻസി കണ്ടീഷൻസ്, ഹൗ ടു ഇൻഫാക്ട് മേക്കിംഗ് കമ്പയറബിൾ ദ പ്രോഗ്രാംസ് ഹാപ്പനിങ് ഇൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്, അതിനെല്ലാം കൂടെ കണക്കാക്കിക്കൊണ്ട് ആഗോളതലത്തിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് വാഷിംഗ്ടൺ അക്കോർഡ്. അതിന്റെ ഇയർ കൊടുത്തിട്ടുണ്ട് 89. അപ്പൊ 89 വാഷിംഗ്ടൺ അക്കോർഡാണ് ഇതിനൊക്കെ ഒരു തുടക്കം ഇട്ടത്. കാരണം വാഷിംഗ്ടൺ അക്കോർഡിലെ സിഗ്നേറ്ററി അങ്ങനെ 77 പ്രോഗ്രാമുകൾ, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ തത്വത്തിൽ പരസ്പരം അംഗീകരിക്കപ്പെട്ടു, റെക്കഗ്നൈസ് ചെയ്തു. അതിന്റെ അർത്ഥം അവർക്കെല്ലാം ഈക്വലൻസി, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈക്വലൻസി പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ പരിഹരിക്കപ്പെട്ടത് അങ്ങനെയാണ്. അതിനുശേഷമാണ് അപ്പൊ അവരെന്ത് ചെയ്തു, ഈ വാഷിംഗ്ടൺ അക്കോർഡ് ഒരു കണ്ടീഷൻ വെച്ചു, വി നീഡ് ഇഫ് any country requires to be a signatory of the Washington Accord, they should follow 2 conditions. One is that they need to impose this or introduce this choice-based credit system. Then the second one is there should be a transparent and efficient assessment accreditation mechanism. ഈ 2 എണ്ണം അതിന്റെ പുറത്താണ് വന്നത്. അങ്ങനെ 2 എണ്ണം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ വന്നതോടുകൂടിയാണ് NBA സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ NBA സ്റ്റാർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ CBCS വന്നു, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നു. അങ്ങനെയാണ് ഈ സെമിസ്റ്റർ സിസ്റ്റം ഒക്കെ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ വരുന്നത്. അതോടുകൂടി എന്ത് ചെയ്തു, അതിനു മുമ്പ് ഇയർ വൈസ് ആയിരുന്നു. അതോടുകൂടി എന്തായി, നമുക്ക് സിഗ്നേറ്ററി ആകാൻ സാധിച്ചു. വാഷിംഗ്ടൺ അക്കോർഡിൽ ഇന്ത്യ സിഗ്നേറ്ററി ആയതോടുകൂടി ഇന്ത്യക്ക് പരസ്പരം ഈ പ്രോഗ്രാം കമ്പാരബിലിറ്റി സാധിച്ചു. പക്ഷെ അതിനുശേഷം നിരവധി അത്തരത്തിലുള്ള പിന്നെ എഗ്രിമെന്റുകൾ ഉണ്ടായി ആഗോളതലത്തിൽ. ഗ്ലോബലി ദർ ആർ മെനി എഗ്രിമെന്റ്സ് വിച്ച് ആർ ഐദർ സിമിലർ ടു this thing or something connected to the specific programs. ECTS എന്ന് പറഞ്ഞ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റം ഉണ്ട്. സ്റ്റുഡന്റ് മൊബിലിറ്റി, അതിനകത്തൊക്കെയാണ് 25 to 35 വർക്കിംഗ് അവേഴ്സ് സ്റ്റുഡൻസിന്റെ വർക്ക് ലോഡിനെ കുറിച്ചൊക്കെ പരാമർശം ഉണ്ടാകുന്നത്. ഈ ബൊളോണ പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൊളോണ പ്രോസസ് ഈസ് ആക്ച്വലി ട്രാൻസ്ഫോം ദി സ്റ്റാൻഡർഡൈസിങ് ഡിഗ്രീസ് ആൻഡ് കമ്പയറബിളി സ്റ്റാൻഡർഡൈസിങ് ക്വാളിറ്റീസ്. ബൊളോണ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബൊളോണ പറയാൻ ആരെങ്കിലും, വാട്ട് ഈസ് ബൊളോണ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ബൊളോണ എന്ന് പറഞ്ഞാൽ? ബൊളോണ ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ആണ്, വിച്ച് ഇസ് 1000 years ഓൾഡ് യൂണിവേഴ്സിറ്റി. ദ മോസ്റ്റ് ഓൾഡസ്റ്റ് കോർപ്പറേറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് ബൊളോണ എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാം, അതിന് റൈറ്റ് സൈഡ് ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ പടമാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് കോർപ്പറേറ്റ് യൂണിവേഴ്സിറ്റി, ദ സ്റ്റുഡൻസ് ഹാവ് ദ റൈറ്റ് ടു ഡിനൗൺസ് ദ പ്രൊഫസേഴ്സ് ടാബ്. അതായത് പ്രൊഫസർമാരുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് കുട്ടികളായിരുന്നു ആ കാലത്ത്. സോക്രട്ടീൻ മെത്തേഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് കാരണം ഔട്ട്റീച്ച് പോലെ, അതായത് ആ പ്രൊഫസേഴ്സിനെ അവര് പൊതുവേദികളിൽ അവർക്ക് പിന്നെ ആക്രമിക്കാന്നല്ല പ്രൊഫസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതിനാണ്. എന്നിട്ട് അവരുടെ അത് പ്രൊഫസറിനെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കും കേട്ടോ. അസോസിയേറ്റിനെ ഒക്കെ എടുത്ത് അവസാനം നമ്മളെ എടുത്ത് വെളി കളയുകയും ചെയ്യും. പിള്ളേർക്ക് ഈ പൊസിഷനൊക്കെ ഇപ്പം നമ്മൾ കൊടുത്താൽ ബൊളോണയുടെ പ്രാക്ടീസ് ഒക്കെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടമായിരിക്കും. അതായത് പണിയെടുക്കാതെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ മതിയില്ലെന്ന് പറഞ്ഞല്ലേ, അല്ലേ? ശരിയാ പറയാം, പണിയെടുക്കാതെ ജീവിക്കാൻ പോലും ഈ നാട്ടിൽ അവസരമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞുണ്ട്. അപ്പം നൗ ദിസ് യൂണിവേഴ്സിറ്റി ഹാസ് 100th പൊസിഷൻ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റിയിലുണ്ട്. ബൊളോണ ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രോസസ്സാണ് ഞാൻ അതുകൊണ്ടാണ്. ലിസ്ബൺ
അതുപോലെ നിങ്ങൾ കണ്ടു കാണും ലിസ്ബൺ റെക്കഗ്നീഷൻ, അതും ഇതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞത്. സിഡ്നി ഡുബ്ലിൻ അക്കോർഡ് വന്നു, അത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ളതാണ്. സിയോൾ അക്കോർഡ് എന്ന് പറഞ്ഞു വന്നു, ടെക്നോളജി റിലേറ്റഡ് ആയിരുന്നു. ആസിയാൻ, ദെൻ ഇസ് അതർ ലാവോസ്, പിന്നെ ഫിലിപ്പൈൻസ്, കംബോഡിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള കമ്പയറബിലിറ്റി പ്രോഗ്രാം ആയിട്ടുള്ള ബന്ധപ്പെട്ടാണ്. അപ്പം നിങ്ങൾ അസസ്മെന്റ് അക്രഡിറ്റേഷൻ പിന്നെ നാച്ചുറലി നാക്ക് UGCയും OBE ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടു പല രീതിയിലും. സോ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് നമുക്ക് പുതിയ UGC റെഗുലേഷൻസ് വരുന്നു. അതിലും ഇതിനെക്കുറിച്ചുള്ള ലേണിംഗ് ഔട്ട്കത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ വരുന്നു. ദെൻ അഗെയിൻ ഇൻ അവർ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ നമുക്ക് ആക്ച്വലി പിന്നെ ക്ലാസ് റൂം ടീച്ചിങ്, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി യഥാർത്ഥത്തിൽ ഒരു യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി, അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അലോ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് യൂണിറ്റ് ഓഫ് ലേണിംഗ് ഏതാ? ഷോർട്ടസ്റ്റ് യൂണിറ്റ് ഓഫ് ലേണിംഗ്, ഒരു യൂണിറ്റ്, ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UGC പറയുന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 hour ക്ലാസ് റൂം, അല്ലെ 1 hour പ്രാക്ടിക്കൽ, അല്ല സോറി 1 hour പ്രാക്ടിക്കൽ ഓർ 1 hour പ്രാക്ടിക്കൽ ഇല്ല, 2 hour പ്രാക്ടിക്കൽ എന്ന് കണക്കാക്കാം, ട്യൂട്ടോറിയൽ 1 hour. ഇതിനൊക്കെ നമുക്ക് ഒരു ഏറ്റവും ചെറിയ, അതിന് വീണ്ടും നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അത്രയും ചെറിയൊരു യൂണിറ്റ്. അപ്പൊ ഓരോ ചെറിയ യൂണിറ്റ്, അത് ഒരു 4 year പ്രോഗ്രാം വരെ ആവാം. 4 year പ്രോഗ്രാമിനെയും നമ്മൾ ഒരു യൂണിറ്റ് എന്ന് വിളിക്കും. സോ ദ ഷോർട്ടസ്റ്റ് യൂണിറ്റ് ഈസ് എ സ്മോൾ 1 hour ക്ലാസ് റൂം. ആ ഒരു ക്ലാസ് റൂം ലെക്ചർ പല രീതിയിലുള്ള കോമ്പിനേഷൻ ആ പിക്ചർ കാണിച്ചേക്കുന്ന ക്ലാസ് റൂം നടക്കുന്നു, മറ്റൊരു ഫീൽഡ് ആക്ടിവിറ്റി നടക്കുന്നു, വേറൊന്ന് ലബോറട്ടറി ആക്ടിവിറ്റി നടക്കുന്നു. അപ്പൊ ഏത് ക്ലാസ് റൂം ആക്ടിവിറ്റി ആണെങ്കിലും ശരി, ഫസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൻ യു കം ടു ദ ക്ലാസ് റൂം, ഫസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ് യു ഹാവ് ടു സ്റ്റേറ്റ് ദ ഔട്ട്കം ഓഫ് ദാറ്റ് ക്ലാസ് റൂം സെഷൻ. ആ 1 hour ക്ലാസ് റൂം സെഷന്റെ ഔട്ട്കം നിങ്ങൾ മുൻകൂട്ടി പറയണം കുട്ടികളോട്. പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. കാരണം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കുട്ടിയെ പരീക്ഷിക്കാനുള്ള അവസരമുള്ളൂ. പറഞ്ഞാൽ പല വിധത്തിലുള്ള സ്റ്റഡീസും കാണിക്കുന്നത്, if you state the outcome at the beginning of the classroom, the attention power and the students' capability to learn something is very manifold. It is increasing. അത് പല സൈക്കോളജിക്കൽ സ്റ്റഡീസും എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലൊക്കെ സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട്. അപ്പം വിവിധ തരത്തിലുള്ള പഠനങ്ങളിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ മുൻകൂട്ടി അറിയിക്കണം. ഗുരുക്കൾ സാർ പലപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ അൺലെസ് യു പ്രൊവൈഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഔട്ട്കം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് റൂം, വാട്ട് ഈസ് ദ ലെജിറ്റിമേറ്റ് റൈറ്റ് ടു ക്വസ്റ്റ്യൻ എ സ്റ്റുഡന്റ്? ശരിയല്ലേ? നമുക്ക് ചോദിക്കാൻ പറ്റുമോ കുട്ടിയെ? നമ്മളിപ്പോൾ എന്താ യഥാർത്ഥം ചെയ്യുന്നത്? നമ്മൾ ചെല്ലുന്നു, നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുന്നു. കുട്ടികൾ പല രീതി ചിലപ്പോൾ നോക്കിയിരിക്കുക. എല്ലാ കുട്ടികളും അങ്ങനെയൊന്നല്ല, എല്ലാ ക്ലാസ്സും അങ്ങനെയൊന്നും അല്ലെന്ന് ഞാൻ പറയാം, അങ്ങനെയല്ല. പക്ഷെ ജനറലൈസ് ചെയ്ത് പറയുന്നുള്ളൂ, ആയിരിക്കാം. പക്ഷെ അതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. അതിനാ പറയുന്നത് ഡെസ്റ്റിനേഷൻ. നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യണം ആദ്യം. എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് മുൻകൂട്ടി പറയാതെ ഒരു വണ്ടിയെ കയറിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ചില ഉദാഹരണമുണ്ട്, അത് പിന്നെ പറയാം, നമുക്കത് പോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇതാണ് ഈ ഒരു ഔട്ട്കം സ്റ്റേറ്റ് ചെയ്തിട്ട് വേണം ഒരു ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതൊരു 1 hour ക്ലാസ് റൂം ആണെങ്കിലും നമ്മൾ ഔട്ട്കം സ്റ്റേറ്റ് ചെയ്യണം. ഒരു സെമിസ്റ്റർ ആണെങ്കിലും നമ്മൾ ഔട്ട്കം സ്റ്റേറ്റ് ചെയ്യണം. സെമിസ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഔട്ട്കം നിങ്ങൾ മുൻകൂട്ടി പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുള്ളൂ. ആ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഔട്ട്കം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. എവിടൊക്കെ ഔട്ട്കം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്? കോഴ്സിൽ നമ്മൾ ഔട്ട്കം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രോഗ്രാമിന്റെ ഔട്ട്കം ആയിട്ട് പറയുന്നുണ്ട്. സോ എൻ്റെ ദാറ്റ് പർട്ടിക്കുലർ സ്പെസിഫിക് പ്രോഗ്രാമിന്റെ ഔട്ട്കം ആയിട്ട് നമ്മൾ പറയുന്നു. സോ ഈവൻ ദ സ്മോളസ്റ്റ് യൂണിറ്റ് 1 hour ക്ലാസ് റൂം ഓൾസോ യു ഹാവ് ടു സ്റ്റേറ്റ് യുവർ ഔട്ട്കം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് റൂം. അതാണ് ഫണ്ടമെന്റലി നമ്മൾ വേണ്ടത്. ഇനി തൊട്ട് നിർബന്ധമായിട്ടും നമ്മൾ ക്ലാസ്സിൽ പോയാൽ നിങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ ശരി, വളരെ ബ്രീഫ് ആണെങ്കിലും, ആരോ ഇന്നലെ പറഞ്ഞു, സാബു സാർ പറഞ്ഞു 40 minutes ഈസ് ദ ആക്ച്വൽ ലേണിംഗ് ടൈം. അതും ചില സ്റ്റഡീസ് പറയുന്നതാണ്. 40 minutes ഒരു കുട്ടി അറ്റൻഷൻ കൊടുക്കുള്ളൂ കണ്ടിന്യൂസ്ലി. സോ റിമൈനിങ് 20 hours ഈസ് ഫോർ ഡിസ്കഷൻ. എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എണീപ്പിച്ച് ചാടിക്കും ഓടിക്കും എന്ത് വേണേ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ആ 40 minutes ഉള്ളൂ. സോ ദാറ്റ് 40 minutes നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്ന ആ കണ്ടന്റിനെ കുറിച്ചുള്ള, ആ കുട്ടി അച്ചീവ് ചെയ്യുന്ന ഔട്ട്കത്തിനെ കുറിച്ച് നിങ്ങൾ മുൻകൂട്ടി അവരെ അറിയിക്കണം ആ കുട്ടിയെ. അല്ലാത്തടത്തോളം നിങ്ങൾ യു ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ദ സ്റ്റുഡൻസ്. മറ്റൊന്ന് നോക്കിയേ, UGCയുടെ പല കാര്യങ്ങൾ ഞാൻ OBEയിലേക്ക് പോകുന്നതിന് പോകാം, പ്രശ്നമില്ല. OBE പലരും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ജനറലി കുറെ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. സോ ദീസ് ആർ ഓൾ സംതിങ് കണക്റ്റഡ് ടു ദ OBE ഓൾസോ. UGC മുന്നോട്ട് വെച്ചേക്കുന്ന വലിയ ആശയമുണ്ട്. UGCയുടെ പൊതുവേ ഉള്ള
ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നതോടുകൂടി എന്താ കരിക്കുലർ ഫ്ലെക്സിബിലിറ്റി, വാക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാൻ പറയുന്ന ഇത്തരം ജാർഗൻസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. കുട്ടികൾക്ക് കുട്ടികൾ വി ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അതർ എന്നുള്ള പറയുന്നതിനപ്പുറം കരിക്കുലർ ഫ്ലെക്സിബിലിറ്റി ഇസ് എ ടേം ദാറ്റ് UGC പ്രപ്പോസ്ഡ്. കരിക്കുലർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സ്റ്റുഡൻസ് മൊബിലിറ്റി ഉണ്ട്. കരിക്കുലർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വി ഹാവ് കാഫറ്റേറിയ അപ്രോച്ച് എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ദർ ആർ നമ്പർ ഓഫ് കോഴ്സസ് അവൈലബിൾ. സ്റ്റുഡൻറ് ഹാവ് ദ ഓപ്ഷൻസ് ടു ചൂസ് എനി കോഴ്സസ് വാട്ട് ഹി ലൈക്സ്. അപ്പൊ അത്തരത്തിലുള്ള കരിക്കുലർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ദെൻ സ്റ്റുഡൻറ് മൊബിലിറ്റി സ്റ്റുഡൻസ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി ഹി ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അതർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ വി ഡോണ്ട് ഹാവ് എ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി. അപ്പൊ ഇതെല്ലാം വരികയാണ്. അപ്പുറത്തിൽ കുട്ടികൾക്ക് സ്റ്റുഡൻറ് മൊബിലിറ്റി ഈസി ആകുകയാണ്. ദെൻ ഫൈനലി ദി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അതിന്റെ പാർട്ടായിട്ടുള്ളതാണ്. ദെൻ അനദർ തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് UGC എംഫസൈസ് ഓൺ ദി യൂസ് ഓഫ് ICT മോഡ്സ്. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാത്തിലും. നമ്മുടെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് പ്രോസസ്സ് അല്ലാതെ ഇനിയുള്ള കാലത്ത് വലിയ നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പലതരത്തിൽ അതിലേക്ക് എക്യുപ്ഡ് ആവണം. കാരണം അത്തരത്തിലുള്ള സംഗതികളെ കുറിച്ചുള്ള ചില ഡോക്യുമെന്റ്സ് ഞാനിവിടെ പ്രസന്റ് ചെയ്തേ ഉള്ളൂ. ഇത്തരം നല്ല 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 ഡോക്യുമെന്റ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള പലതും. ഇനി എന്താണ് ആക്ച്വലി OBE ശരിക്കും പറഞ്ഞാൽ ഇത് തരുന്ന ഒരു വളരെ നല്ല ക്ലാരിറ്റിയാണ്. നമ്മൾ ഔട്ട്കം സ്റ്റേറ്റ് ചെയ്താൽ തന്നെ കുട്ടികൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുകയാണ്, നമുക്ക് ക്ലാരിറ്റിയാണ്. നമ്മളൊരു നിങ്ങളൊക്കെ സിലബസ് തയ്യാറാക്കേണ്ട ആൾക്കാരാണ് ഇനി. അപ്പൊ സിലബസ് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കില്ലല്ലോ പഠിപ്പിക്കുന്നത്, നിങ്ങളൊരു മൈനർ ക്രോസ് സെക്ഷൻ ഓഫ് ദി എൻ്റയർ fraternity of teachers. So the all remaining 90% of the teachers are standing outside. അവരെ ആയിരിക്കണം നിങ്ങൾ കാണേണ്ടത്. അപ്പം അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കാര്യത്തിലുണ്ട്. എക്സിറ്റ് ലേണിംഗ് ഔട്ട്കംസ് റേറ്റ് ചെയ്യുന്നതിൽ definitely William Spady has introduced in the 90s in the school education system, but later on it has come to the higher education, adopted in the higher education system. Achieve those what is essential qualities എന്താണോ outcomes എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. There is another one is called term called productive pedagogy model. Productive pedagogy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only thing is that we again talking about the experiential learning. That means we need to interact, engage with the society ആയിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ അരവിന്ദ് കുമാർ സാർ ആദ്യം പറഞ്ഞ പോലെ, so that was one of the very interesting initiative that this MG University has started. അപ്പൊ ആ സമയത്ത് നമുക്ക് സൊസൈറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. അത് ലിറ്ററസി ക്യാമ്പയിനിങ് നടത്താൻ സാധിച്ചു. അത്തരത്തിലുള്ള ദീസ് ആർ ഓൾ സംതിങ് വെരി മ്യൂച്വലി സപ്ലിമെന്റിങ് ഓർ കോംപ്ലിമെന്റിങ് തിങ്സ്. അപ്പൊ അത്തരത്തിലുള്ള അതാണ് കണക്റ്റഡ്നെസ് ടു ദ വേൾഡ് ബിയോണ്ട് ദ ക്ലാസ് റൂം, സോഷ്യൽ സപ്പോർട്ട് ഫോർ സ്റ്റുഡൻറ് അച്ചീവ്മെന്റ് ആൻഡ് ഡെപ്ത് ഓഫ് നോളജ്. സോ ഡെപ്ത് ഓഫ് നോളജ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സോഷ്യൽ ഡിസെമിനേഷൻ കമ്പോണന്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഇൻ എവറി ക്ലാസ് റൂം ആക്ടിവിറ്റി. എല്ലാത്തിലും നമുക്ക് ആ ഒരു സംഗതി വേണം. ട്രാൻസ്ലേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ മുന്നോട്ട് വെക്കാം. ലോകത്ത് മുഴുവൻ ട്രാൻസ്ലേഷൻ റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ PhDs ആർ കോൾഡ് ട്രാൻസ്ലേഷൻ PhDs. സോ ഇത് PhD റിസർച്ച് ആയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് പേറ്റന്റ് ആവണം. ആ പേറ്റന്റ് വിൽ ബിക്കം എ പ്രോഡക്റ്റ്. അപ്പോൾ റിസർച്ച് വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ റിസർച്ച് വർക്ക് ഒരു LCVRലോ അല്ലെ ടോപ്പ് റേറ്റർ ആയിട്ടുള്ള ജേർണലിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് കൊണ്ട് ദർ ഇസ് നത്തിങ് ഹാപ്പനിങ്. സോ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് the product, that research work should be made as a intellectual property right. അതായത് IP ആക്ട് പ്രകാരമുള്ള ഒരു പേറ്റന്റ് അതിനുണ്ടാവണം. പേറ്റന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ആസ് എ what we call a പ്രോഡക്റ്റ് ആയി മാറണം. പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവണം. കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്ക് ഇംപ്ലിക്കേഷൻസ് ഉള്ളതായിരിക്കണം. ഇങ്ങനെ കംപ്ലീറ്റ്ലി അതാണ് ഇപ്പം പലതും ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ പ്രാധാന്യം കുറച്ചുകൊണ്ടാണേലും മറ്റേതിന് കൂട്ടുക എന്ന് പറയുക. ഇതിൻ്റെയൊക്കെ അതാണ്, അതിന് വ്യത്യസ്തമായ ഇതൊക്കെ വിശകലനങ്ങൾ കാണും. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുക, സൊസൈറ്റി ആയിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കാണും. സ്റ്റുഡൻസ് വില്ല് ഗെറ്റ് മോർ ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LSGD ഒക്കെ ആയിട്ട് പിന്നെ ഇന്റേൺഷിപ്പുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ് LSGD പോയി നമുക്കൊരു വർക്ക് ചെയ്യാം. LSGD എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, KCB അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ പാർട്ടായിട്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് കാണും. സോ ദർ ആർ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഏജൻസീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ വർക്കിംഗ്. അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത് വേണം, സൊസൈറ്റി ആയിട്ടുണ്ടാവാം. ഓക്കെ, അത് എല്ലാം. പിന്നെ പല ചേഞ്ചസിനെ കുറിച്ച് ബേസിക്കലി OBE എതിർത്തതിന്റെ ഒരു ഓവറോൾ ഒരു പല രാജ്യങ്ങളിലും OBE എതിർക്കുന്നതിന്റെ ഒരു കാരണമായിട്ട്
കണ്ടെത്തിയ ഒരു റിസർച്ച് വർക്കിന്റെ ഒരു പാർട്ടായിട്ട് ഒരാൾ എഴുതിയതാണ്. ഫിയർ ഓഫ് ചേഞ്ച്, അൺവില്ലിങ്നെസ് ടു അണ്ടർസ്റ്റാൻഡ് സ്പാഡീസ് വിഷൻ. ഇപ്പൊ സ്പാഡി അതിനകത്ത് വളരെ വിഷമിച്ച പുള്ളി മരിച്ചത്. അദ്ദേഹത്തിന്റെ ഈ കൺസെപ്റ്റ് ഒന്നും വലിയ രീതിയിലൊന്നും പ്രചാരത്തിൽ കൊണ്ടുവരാൻ അക്കാലത്തും സാധിച്ചില്ല. കാരണം അമേരിക്കയിൽ തന്നെ ഇതിന് വലിയ വിമർശനങ്ങളുണ്ടായി. ഒരു കാലത്ത് ഇത് പൂർണ്ണമായിട്ട് നിരാകരിച്ചിരുന്നു അമേരിക്ക ലോബി. പക്ഷെ അതിനുശേഷം പിന്നെ ഹയർ എഡ്യൂക്കേഷനിലാണ് ഇപ്പൊ ഇത് കൂടുതൽ കൊണ്ടുവന്നത്. ഓക്കെ, എനിവേ, നിങ്ങൾ നമ്മുടെ ഇതിന്റെ എന്തുകൊണ്ട് ഇതിന്റെ മറ്റൊരു പ്രാധാന്യം കൂടെ നാക്ക്, UGC, നാക്ക്, NBA, ഈവൻ സ്റ്റേറ്റ് അസസ്മെന്റ് അക്രഡിറ്റേഷൻ, ഇതിലെല്ലാം നിയർലി സംതിങ് അറൌണ്ട് 120 to 130 ഇപ്പം ഓൾമോസ്റ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു 120 വരെ 120 130 മാർക്ക്, അതായത് അതുകൊണ്ട് 12 to 15% ഡയറക്ട്ലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. മാർക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞു എൻ്റെ സ്കോർ പിന്നെ ഇതെല്ലാം നമ്മുടെ അക്രഡിറ്റേഷൻ പാറ്റേൺ, ഇതിൻ്റെ അകത്ത് മാർക്കിംഗ് സ്കോറിനെ കുറിച്ചുള്ള അതിനകത്ത് ലേണിംഗ് ഔട്ട്കം ദർ ആർ ഡിഫറെൻറ്റ് ടേംസ് ആർ യൂസ്ഡ്. എഡ്യൂക്കേഷണൽ പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുക. നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ഓഫ് സ്റ്റഡീസോ അല്ലെങ്കിൽ കരിക്കുലർ കമ്മിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ആക്ച്വലി ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ദാറ്റ് ടു ബി ഐഡന്റിഫൈഡ് ഇൻ എവറി പർട്ടിക്കുലർ പ്രോഗ്രാംസ് ഓർ ഇൻ ജനറൽ റിഗാർഡ്ലെസ് ഓഫ് ദി പ്രോഗ്രാം ഡിസിപ്ലിൻ സ്പെസിഫിക്. അതിലാണ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ലേണിംഗ് ഔട്ട്കം, അതിനെ സിംപ്ലി ഔട്ട്കംസും നമ്മൾ പറയാം. ഔട്ട്കത്തിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് ഔട്ട്കംസ് ആർ ആക്ച്വലി ഡിഫൈൻ ദ ലേണിംഗ് ഡെസ്റ്റിനി. ഡെസ്റ്റിനി ആസ് വെൽ ആസ് ലേണിംഗ് ഡെസ്റ്റിനേഷൻ എന്നും വേണേൽ പറയാം. കാരണം അതിനൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഡിഫൈൻ ദി ലെവൽ ഓഫ് ലേണിംഗിന്റെ ലെവലും ഡിഫൈൻ ചെയ്യണം കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞേ ഉള്ളൂ. It is there are a couple of things are important here. Designing a curriculum for any program should answer the following questions. What educational purpose should the program seek to attain? അപ്പം ആ പ്രോഗ്രാമിന്റെ എൻറ്റയർ ദാറ്റ് പ്രോഗ്രാം കൊണ്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. നമ്മൾ പറയണം ആ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ്. വാട്ട് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് through the curriculum transaction models, and how can this educational experience can be effectively organized. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇഫക്റ്റീവ്ലി ഒരു നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ ഏതൊക്കെ കമ്പോണൻസ് ആണ്, ഏതൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ യൂണിറ്റും മൊഡ്യൂളും ആണെങ്കിൽ ഇപ്പം ഓരോ കോഴ്സ് ഔട്ട്കത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ്, അതല്ലെങ്കിൽ ലാബ് ആക്ടിവിറ്റി ആണ്, അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫീൽഡ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ദെൻ ഹൗ വി ക്യാൻ ഡിറ്റർമിൻ വെദർ ദിസ് പർപ്പസ് ആർ ബീങ് അച്ചീവ്ഡ്, അത് നമുക്ക് കിട്ടിയോന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. തീർച്ചയായിട്ടും ഓട്ടോണമസ് കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ആണ് ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ഓഫ് സ്റ്റഡീസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും അതിന് CIE കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, ആ പേര് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാബു സാർ ഇന്നലെയൊക്കെ പറഞ്ഞതാണ് കണ്ടിന്യൂറ്റിയാണ്, ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. നമ്മളിപ്പം കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലല്ലോ, തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ അതിന്റെ പേര് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും എവറി മൊമെന്റ് എവറി വീക്ക് ദിസ് ഇവാലുവേഷൻ ഷുഡ് ടേക്ക് പ്ലേസ്. അപ്പൊ ഇപ്പാണ്ട് നിങ്ങൾ കണ്ടു കാണും, പിന്നെ CBSE ആനുവൽ എക്സാം അവര് പിന്നെ ഇത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തു, മൂന്നോ രണ്ടോ അങ്ങോട്ടാക്കുക അല്ലെ, രണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ പല രീതിയിലുള്ള നാഷണൽ ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ലോഡിനെ കുറിച്ച് കൺസേൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വലിയൊരു പ്രാധാന്യം. കുട്ടികളുടെ ആ ഒരു ലോഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല then only we can actually പിന്നെ determine their levels of learning. അവർ അച്ചീവ് ചെയ്തോ എന്നുള്ള ഇതൊക്കെ നമുക്ക് എത്തിക്കണമെന്നുണ്ട്. ഈവൻ സെമിസ്റ്റർ ഓൾസോ മേ ബി സെമിസ്റ്റർ സിസ്റ്റം വന്നത് അതിന് വേണ്ടിയാ, ആനുവൽ എക്സാമിനേഷനെ കട്ട് ചെയ്ത് ഡബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. ദെൻ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ഹാസ് സർട്ടൻ സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്നൊന്നും വിശാലമായിട്ട് പറയേണ്ട കാര്യമില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇൻസ്ട്രക്ടർ. ക്ലാസ് റൂം ഇൻസ്ട്രക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ട വ്യക്തി. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ശരി, എന്തൊക്കെ പോരായ്മകളൊരു കരിക്കുലത്തിനുണ്ടെങ്കിലും ശരി, ആക്ച്വലി ഇൻ ക്ലാസ് റൂം ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ്. ക്ലാസ് റൂമിലെ ട്രാൻസാക്ഷനിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പിന്നെ വിവരക്കേടുകൾ നമ്മൾ സിലബസിലുണ്ടെങ്കിലും ശരി, അതുപോലെ നമുക്ക് ആ ക്ലാസ് റൂമിൽ ടീച്ചറിനെ അതൊക്കെ കവറപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഏത് നല്ല കരിക്കുലം കൊണ്ടുവന്നാലും ഏറ്റവും മോശം കരിക്കുലം കൊണ്ടുവന്നാലും ആക്ച്വലി ദാറ്റ് ഡിറ്റർമിൻസ് ദ ക്വാളിറ്റി ഓഫ് ദി ടീച്ചർ. ദാറ്റ് only will value there. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ will have a lot of things. Instructor will have the full control upon the continuous evaluation and also മേജർ പാർട്ട് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ക്വസ്റ്റ്യൻസ് വേറെ ആൾക്കാർ ഇടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മേജർ പാർട്ടെന്ന് അല്ലേ.
അപ്പോൾ അത് കാരണം ഫുള്ളി നമുക്ക് ഇൻസ്ട്രക്ടറുടെ കൺട്രോളിലല്ല പല കാര്യങ്ങളിലും. എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇൻസ്ട്രക്ടർക്ക് നല്ല കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടു വൈബ്രന്റ് ലേണിംഗ് സെന്റേഴ്സ്. നിങ്ങൾക്കറിയാമല്ലോ, സത്യത്തിൽ പിന്നെ ഗുരുക്കൾ സാറ് ഒരു ടേം ഉപയോഗിച്ചായിരുന്നു നേരത്തെ, ലേണിംഗ് എക്കോസിസ്റ്റം. നമ്മുടെ ക്ലാസ് റൂമുകളും കോളേജിലും ക്യാമ്പസുകളും ഒക്കെ ലേണിംഗ് എക്കോസിസ്റ്റം ആക്കി മാറ്റണമെന്ന്. എവറി മൊമെന്റ്, എവറി പ്ലേസ് ഓഫ് ദി ക്യാമ്പസ് ഷുഡ് ബി എ ലേണിംഗ് എക്കോസിസ്റ്റം. ക്യാൻറ്റീൻ ആണെങ്കിൽ ആ ക്യാൻറ്റീൻ ലേണിംഗ് എക്കോസിസ്റ്റം ഉണ്ടാവണം. കുട്ടികൾ സല്ലപിക്കാനിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ലേണിംഗ് എക്കോസിസ്റ്റം ഉണ്ടാവണം. പിന്നെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ടാവും ഒരു ക്യാമ്പസിന്. വിശാലമായ ക്യാമ്പസിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കണം. ഓരോ മൊമെന്റിലും ഓരോ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. അതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ടാവണം. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സംതിങ് ദാറ്റ് വിൽ കണക്ട് ടു എ ന്യൂ നോളജ് ഡെവലപ്പിംഗ് സെന്റേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം നമ്മൾ ഒരു ക്യാമ്പസ് നിങ്ങൾ എടുത്തു നോക്കുന്നത് വ്യത്യസ്തമായ ക്യാമ്പസാണ്. ഇവിടുത്തെ ക്യാമ്പസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈലി അൺഡുലേറ്റഡ് ടെറൈൻ. ഇപ്പോൾ ഇത്രയും കയറ്റം കയറണം ആ ഗസ്റ്റ് ഹൗസിൽ കയറണമെങ്കിൽ, അതിനും ബാക്കിലാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ തോന്നുന്നു. അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അതിലും നടന്ന് കയറണം. ആക്ച്വലി ഡു വി റിയലി ബോദർ അബൌട്ട് ദി ഇൻക്ലൂസീവ് ലേണിംഗ് ഫെസിലിറ്റി? ഈ ക്യാമ്പസിനകത്തെ ഇൻക്ലൂസീവ് ലേണിംഗ് എന്താണെന്ന് നമുക്കറിയില്ലേ? ഇൻക്ലൂസീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലേണിങ്ങിനെ കുറിച്ചുള്ളതിനാണ് പറയുന്നത് ഇൻക്ലൂസീവ് ലേണിംഗ് എന്ന്. ഇൻക്ലൂസീവ് ലേണിംഗ് കപ്പാസിറ്റീസ്, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താ ഇവിടെ? സത്യത്തിൽ കുറ്റം പറയല്ല, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലെയും പ്രശ്നം അതാണ്. ഇവിടെ എത്ര നമ്മൾക്ക് ആ കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇൻക്ലൂസീവ് ലേണിംഗ്, ഇൻക്ലൂസീവ് മൊബിലിറ്റി ഇൻ ദ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആശയമാണ്. ലോകം മൊത്തം പ്രചാരത്തിലുള്ളതാണ് വലിയ യൂണിവേഴ്സിറ്റികൾ, ഇൻക്ലൂസീവ് മൊബിലിറ്റി. ക്യാമ്പസിനകത്തെ മൊബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ നടന്ന് കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ കയറുന്നത് പോലെ ഒരു പക്ഷേ ആരോഗ്യവാനായ കുട്ടിക്ക് സാധിക്കും. പക്ഷെ അല്ലാത്ത കുട്ടികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ വെഹിക്കിൾ അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യണ്ടേ? ആ കുട്ടികളിൽ ഒരാളേലും, ഒറാക്കിൾ എന്നുള്ള കമ്പനിയിൽ 4000 പേരാണ് ജോലി ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തോ മറ്റോ ഉണ്ട് ഒറാക്കിളാണോ TCS ആണോ ഏതാ കമ്പനി എന്ന് എനിക്കറിയില്ല. ഏതോ ഒരു കമ്പനിയിലെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അവിടെ 4000 ജീവനക്കാരുണ്ട്, ഒരാൾ പോലും അവിടെ ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടില്ല. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അത് അവരുടെ പ്രശ്നമായിരിക്കും. കാരണം മേ ബി ദേ ഹാവ് സം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ പെക്യുലാരിറ്റീസ് ഉണ്ട്, അവരെടുക്കാത്തതാണോ എന്താണെന്നറിയില്ല. പക്ഷേ ദേ ഹാവ് പ്രൊവൈഡഡ് എവറിത്തിങ് ഫോർ ദിസ് ഡിസേബിൾഡ് എംപ്ലോയി. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പാത്ത് ഉണ്ട്, അവർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, പ്രത്യേക ഫെസിലിറ്റി ഉണ്ട്, അവർക്ക് വീൽ ചെയർ ഫെസിലിറ്റി ഉണ്ട്, അവർക്ക് പോയാൽ ആക്സസിബിൾ ബാത്റൂംസ്, ആക്സസിബിൾ ടോയ്ലറ്റ്സ്, ആക്സസിബിൾ വാഷ്റൂംസ്, ആക്സസിബിൾ ബാത്റൂംസ്, അത് അവർക്കുണ്ടാവണം. അതിലൊരാൾ പോലും കയറാനില്ല അവിടെ, പക്ഷെ അവരത് പ്രൊവൈഡ് ചെയ്തു. So that means these are some of the commitments that we need to work out with. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട, ഞങ്ങൾ നിഷിൽ, ഞാനും ഡോക്ടർ ഷെഫീഖും കൂടെ ഒരു ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ക്ലാസ് കൊടുക്കാൻ നമ്മൾ നിഷ് അറിയാമല്ലോ നിങ്ങൾക്ക്. നിഷിൽ പോയപ്പം കണ്ട ഒരു സംഗതി അവിടെ അപ്പോഴാണ് മനസ്സിലായത്. വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മൾ സൈൻ ലാംഗ്വേജ് നിർബന്ധമായിട്ടും പഠിക്കണം, എല്ലായിടത്തും പഠിക്കണം. നമ്മളിവിടെ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന എത്ര പേരുണ്ട്? അവർക്ക് മാത്രം അറിയാം. സത്യത്തിൽ അവർക്കല്ല സൈൻ ലാംഗ്വേജിന്റെ പ്രാധാന്യം, നമുക്കാണ്. നമ്മളെല്ലാവരും സ്കൂൾ തൊട്ടേ പഠിക്കേണ്ടതാണ് സൈൻ ലാംഗ്വേജ്. അവരെ കാണുമ്പോൾ അവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടാൽ നമ്മൾ ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ ചില വ്യത്യസ്തതയോടെ അവരെ നോക്കുന്നത് നമ്മുടെ കഴിവുകേടാ, നമ്മുടെ അറിവില്ലായ്മയാണ്. പകരം നമ്മൾ അവരോട് സംവദിക്കാനുള്ള ശേഷി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒരു ബസ്സിൽ കയറണമെങ്കിലും ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാലും അവര് കൈകാല് കൊണ്ടുള്ള സിഗ്നേച്ചേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരുപക്ഷെ ചിരിക്കുന്നവരാണ് നമ്മളുടെ ഇടയിൽ, അല്ലേ? സമൂഹം അങ്ങനെ അത്രയും വളർന്നിട്ടുള്ളൂ. അപ്പൊ അവരെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവർക്ക് വേണ്ടിയാണ് നമ്മൾ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കരിക്കുലത്തിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ സിസ്റ്റത്തിലും ഈ സൈൻ ലാംഗ്വേജ് നമ്മൾ ഉണ്ടാക്കണം. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബോർഡ് ഓഫ് സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി ഹാസ് ടു ടേക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ്. ദാറ്റ് വിൽ ബിക്കം എ മോഡൽ ഫോർ ദ എൻറ്റയർ നേഷൻ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ എല്ലായിടത്തും അത്. അപ്പൊ ഇൻക്ലൂസീവ് ലേണിങ്ങിനുള്ള ഫെസിലിറ്റികൾ നമ്മൾ ഉണ്ടാകണം. ദർ ഈസ് ട്രാൻസ്ഫോർമേഷൻ, വൈബ്രന്റ് ട്രാൻസ്ഫോർമേഷൻ സെന്റർ ആയിട്ട് മാറുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ക്യാമ്പസിലെ ടീച്ചിങ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റയർ ക്ലാസ് റൂമിലെ ടീച്ചിങ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് അവിടെ. ആ മാറ്റങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ തന്നെ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരുന്ന ഓരോ ക്ലാസ് റൂമിലുള്ള മാറ്റങ്ങൾ. രണ്ടാമത്തേത് ക്യാമ്പസ് ലേണിംഗ് എക്കോസിസ്റ്റം. നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പസ് ഹാസ് ടു ബിക്കം എ ലേണിംഗ് എക്കോസിസ്റ്റം. എവറി nook and corner ഓഫ് ദി ക്യാമ്പസ് ഹാസ് ടു പ്രൊവൈഡ് എ സർട്ടൻ ലേണിംഗ് എക്സ്പീരിയൻസ് ടു എവ്രിവൺ. അതേസമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഈ ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റുകാർ വിചാരിച്ചാൽ ഇവിടെ ഇത്രയും മരങ്ങളുണ്ട്, ഇത്രയും കാവുകളുള്ള സ്ഥലമായിരുന്നു പണ്ട് പറയുന്നത്, MG യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും നമ്മൾ ഡിസ്പ്ലേ ഉണ്ടോ? മരങ്ങൾക്ക് മുഴുവൻ നമ്മൾ പേരിട്ടിട്ടുണ്ടോ? ബൊട്ടാനിക്കൽ നെയിം.
ഞാൻ ഈ പിന്നെ പണ്ട് പിന്നെ ആൻഡമാൻ എൻ്റെ PhD കാലഘട്ടം വർഷങ്ങൾ, ഞാൻ റിട്ടയർ ആകാൻ അടുത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം വളരെ ചെറുപ്പമാണ്. അപ്പം ഞാൻ അല്ല സാർ, എന്നെക്കാൾ പ്രായം ഉള്ളവരൊക്കെ കുറവായിരിക്കും, കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ആ കാലത്ത് ഞാൻ ആൻഡമാനിൽ പോയപ്പോഴേ അവിടെ ഞാനൊരു പ്രദേശം, അപ്പം ഞാൻ ചുമ്മാ ഇതിനു വേണ്ടി നോക്കി. എനിക്ക് മരങ്ങളുടെ പ്രത്യേകത, അപ്പം എനിക്ക് അന്നത്തെ കാലത്താണ്, ഇപ്പോഴും എനിക്കറിയില്ല, അതാ തൊട്ടടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മരങ്ങളെ പോലും പേരുകൾ അറിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തേക്ക്, മാവ്, പ്ലാവ്, പിന്നെ ആഞ്ഞിലി, പിന്നെ എന്താ പിന്നെയുള്ള കവുങ്ങ്, ഇങ്ങനെയുള്ള കുറെ ഐറ്റം നമ്മൾ ഈ നാട്ടിൻപുറത്ത് കാണുന്ന കുറെ ഐറ്റം. പക്ഷെ അതല്ലാതെ എന്തേലും മരങ്ങളുണ്ട്, ആ മരത്തിന്റെ ഒന്നും പേരറിയത്തില്ല എന്നുള്ളതാണ്. കേവലം നമുക്ക് ഈ പറഞ്ഞ ലോക്കൽ പേരുകളെ നമുക്കറിയത്തുള്ളൂ. കുട്ടികൾ ഇതെല്ലാം ലേണിംഗ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അങ്ങനെ ഞാൻ നോക്കിയത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലുണ്ട്. ഇപ്പൊ ഞാൻ ഇൻക്ലൂസീവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പോയി കാണേണ്ടതാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടുത്തെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ നിന്നുള്ളവരുണ്ടാവും ഒരുപക്ഷെ, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവരായിരിക്കും. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഇൻക്ലൂസീവ് ഫെസിലിറ്റി പലതും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ബെഞ്ച്, നിങ്ങൾ ആ കോൺക്രീറ്റ് ബെഞ്ചുകൾ ഉണ്ടാക്കിയേക്കുന്ന അത്തരത്തിലാണ്. കാരണം അവർ അന്നൊരു മോഡൽ അന്ന് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ദാറ്റ് വാസ് വൺ ഓഫ് ദ മോഡൽ ദാറ്റ് മെനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് റെപ്ലിക്കേറ്റഡ് ഇൻ ലേറ്റർ പീരിയഡ്. ഇപ്പോഴും അത് ഉപയോഗിച്ചു. എന്നെ ഒരിക്കൽ ഗുരുക്കൾ സാറ് ഇവിടെ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. കാരണം ഇൻക്ലൂസീവിന് നമ്മളൊരു ക്ലസ്റ്റർ കോളേജ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ ഫണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കണ്ടീഷൻ വെച്ച്, ഇക്കൊല്ലത്തെ ഫണ്ട് വിൽ ബി സ്പെൻഡ് ഓൺലി ഫോർ ഇൻക്ലൂസീവ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ഇൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 3 ക്ലസ്റ്റേഴ്സാണ് നമുക്കുള്ളത്, എറണാകുളത്തും കോഴിക്കോട്ടും പിന്നെ ട്രിവാൻഡ്രത്തും ഉള്ളത്. ഈ ക്ലസ്റ്ററുകളുടെ പാർട്ടായിട്ട് എന്നോട് ഇവിടെ ഒന്ന് സാറൊന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത്രത്തോളം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് തന്നെ അത് പിന്നെ യൂസ്ലെസ് ആയിട്ടൊക്കെ പോയതും മെയിൻ്റെനൻസ് നടക്കാതെ പോയതും ഒക്കെ ഉണ്ട്. പക്ഷെ ഫണ്ടമെന്റൽ ഫെസിലിറ്റീസ് ആർ മെയ്ഡ് ദെയർ. സോ എവ്രി വൺ who can refer that one, or what kind of inclusive facility to be installed in a separate institutions, academic institution, you just come and see that one. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഡൺ ഇറ്റ്. പിന്നെ അതുപോലെ റിസർച്ച് ഇൻ ട്രാൻസ്ലേറ്റീവ് നേച്ചർ, റിസർച്ച് നമ്മൾ ട്രാൻസ്ലേറ്റീവ് ആയിട്ട് കൊണ്ടുവരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദ റിസർച്ച് ട്രാൻസ്ഫോർമേഷൻ ഓർ ദ പ്രോഗ്രഷൻ ഓഫ് റിസർച്ച് ഈസ് ടു ഫൈൻഡ് ഔട്ട് എ ന്യൂ understanding അല്ലെങ്കിൽ new knowledge development, then publish it in the peer reviewed journals, then make it into an IPR project, this one what we call a patent, and then we make it into commercial value of that one. ആ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെങ്കിലോ, കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ല ഞാൻ പറഞ്ഞു. സോ വെദർ ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ദ സൊസൈറ്റി, സൊസൈറ്റിയിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ, വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ സൊസൈറ്റി ഓർ ഇൻ ദ കോമൺ മാൻ, ആ രീതിയിൽ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ദെൻ ദാറ്റ് റിസർച്ച് ഈസ് മോസ്റ്റ് ഫണ്ടമെന്റൽ നീഡഡ് റിസർച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഇതുണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, വളരെ കൊട്ടിഘോഷിച്ച് നമ്മുടെ വലിയൊരു സംഭവമാണ്. കാരണം നാഷണൽ ലെവൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന റിസർച്ച് ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പിൽ നമ്മൾ പറയുന്നത് എന്താ, സൊസൈറ്റൽ ആപ്ലിക്കേഷൻസ് ആണ്. വെദർ ദിസ് ക്യാൻ ഹാവ് എനി ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി ഓർ വിച്ച് ക്യാൻ സപ്ലിമെന്റ് ഓർ കോംപ്ലിമെന്റ് ടു ദി what we call the nation building അല്ല, സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ മീറ്റ് ചെയ്യുന്നതാവണം, അതിനെ പ്രയോറിറ്റി കൊടുത്ത്. ദെൻ ദർ ഈസ് ആൻ ഇൻഡസ്ട്രി അക്കാഡമിക് ലിങ്കേജ്. ഇൻഡസ്ട്രി അക്കാഡമിക് ലിങ്കേജിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറയുന്ന ഒരാൾ സാബു തോമസ് സാറാണ്. കാരണം അവർക്ക് അത്രത്തോളം അതിൻ്റെ അറിയാം. കാരണം ആ ഇൻഡസ്ട്രി ലിങ്കേജ്, എല്ലാ സബ്ജക്റ്റുകൾക്കും ഇൻഡസ്ട്രി പാർട്ടിസിപ്പേഷൻ ലിങ്കേജസ് ഉണ്ടാക്കണം. ആ ലിങ്കേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ദാറ്റ് കണക്ട് നീഡ് ടു ബി ഡെവലപ്ഡ്. ദെൻ ദ ഫൈനൽ വൺ ഈസ് സോഷ്യൽ ഡിസിമിനേഷൻ കമ്പോണന്റ്. ഡെഫിനറ്റ്ലി എവറി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. ഔട്ട്റീച്ച് പ്രോഗ്രാംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാജൻ ഗുരുക്കൾ സാറിനെ ഞാൻ പലപ്പോഴും പരാമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പറയുന്നത്. കാരണം പ്രബുദ്ധത എന്നൊരു സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇവിടെ പലരും. പ്രബുദ്ധത എന്ന് പറയുന്ന സ്കീമിന്റെ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന academic institutions have to interact with, there is a special outreach program. അതായത് നമ്മൾ അക്കാഡമിക് പ്രോഗ്രാംസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, യു ഹാവ് ടു ഗോ ആൻഡ് ടോക്ക് വിത്ത് ദി സൊസൈറ്റി, കോമൺ മാൻ, ലേമാൻ, അവരുമായിട്ട് സംവദിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരട്ടെ, അവർ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരട്ടെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് പ്രൊവൈഡ് ചെയ്യുക, ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഡിസ്പ്ലേ ഒരുക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഒരു ഇന്റർഫേസ് ബിറ്റ്വീൻ അക്കാഡമി ആൻഡ് സൊസൈറ്റി, ആ ഇന്റർഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ സെഷൻ എന്നുള്ള രീതിയിൽ ഞാനത് കണക്കാക്കി ഇത്രയും ജനറലി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ 1 മണി പിന്നെ ബ്രേക്ക് ആകുന്ന സമയത്ത് പറയണേ ദയവായതിന്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മൾ കടക്കുന്ന ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം,
അത് വേറൊന്നുമല്ല, നമ്മുടെ ടെർമിനോളജി അനുസരിച്ച് പ്രോഗ്രാം ഔട്ട്കംസ് ആർ ആക്ച്വലി ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അത് രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യേണ്ട, അത് രണ്ടും രണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. കാരണം പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നാക്കും ഒക്കെ പറയുന്ന പ്രോഗ്രാം ഔട്ട്കം എല്ലാം ജനറലി വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്. ദാറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ഇൻഡിപെൻഡന്റ്. ഡിസിപ്ലിൻ ഡിപ്പെൻഡന്റ് അല്ല, ഡിസിപ്ലിൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. നിങ്ങൾ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പേഴ്സ് എല്ലാം തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സിലബസ് നിങ്ങൾ തയ്യാറാക്കി അതിനകത്ത് ചില ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് തയ്യാറാക്കിയിട്ട് കോളേജുകളിലേക്ക് വിടുകയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ഷുഡ് ബി ദാറ്റ് വിൽ ബി നാച്ചുറലി ഇമ്പോസ്ഡ് അപ്പോൺ ദി അഫിലിയേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ? അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. നിങ്ങൾ എന്താണോ തയ്യാറാക്കുന്ന ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് വിൽ ട്രാൻസ്ഫർ ഓർ പെർക്കുലേറ്റ് ടു ദി ഗ്രൗണ്ട് ലെവൽ, ദാറ്റ് ഈസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന ബാച്ച് 1ലേക്ക് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളെ മുഴുവൻ നമ്മൾ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു 1 വീക്ക്. ഇപ്പൊ ആണ് അങ്ങനെ പ്രോഗ്രാം ഉണ്ട്. 1 വീക്കോ 2 വീക്കോ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് അല്ല ടീച്ചർ ഞാൻ ഉദ്ദേശിച്ചത്, ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ ഈ കാര്യങ്ങളെല്ലാം. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി വി ആർ ടെലിംഗ് അബൌട്ട് ദം, വി ആർ മേക്ക് അവെയർ അബൌട്ട് ദി 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചായിരിക്കും, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയും. കൂടെ തന്നെ നിങ്ങൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ടും പറയണം. അപ്പൊ ഇതാണ് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്. ഇത് ഇറങ്ങി കഴിയുമ്പം നമ്മൾ ഇതെല്ലാം നേടും എന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുന്നത്. അത് ഒരിക്കലും നിങ്ങൾ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല, അല്ലേ? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആരെയൊക്കെ വിളിക്കാം? യു ക്യാൻ കോൾ എനിവൺ. സൊസൈറ്റി എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിക്കാം, റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സ്, MLA യോ MP യോ ആരെ വിളിക്കാം, സമൂഹത്തിലെ ഏറ്റവും പേരുള്ള ഏത് വ്യക്തികളെ നിങ്ങൾ വിളിക്കാം, അല്ലേ? അത് നിങ്ങളുടെ ചോയ്സാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വിളിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് ആദ്യത്തെ നമ്മൾ ആ കുട്ടികളെ എല്ലാ കുട്ടികളെയും ഈ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ കുട്ടികളും പിന്നെ വിദ്യാർത്ഥികളാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പല ഡിസിപ്ലിനിൽ നിന്ന് വന്നവരാ നിങ്ങളെല്ലാം. അപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം സബ്ജക്റ്റുമായിട്ടുള്ള ഒരു ബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഈ 4 കൊല്ലത്തെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഉണ്ടാകേണ്ട attributes, they are the qualities of learning how the information they gained, the skills they acquired, അതുകൂടാതെ പലതരത്തിലുള്ള അവരുടെ എക്സ്പീരിയൻസസ് അതെല്ലാം ഉൾക്കൊള്ളുന്ന അവരുടെ ബിഹേവിയർ ഇതെല്ലാം കാണിക്കുന്ന ഒരു സംഗതി ആവണം ഇത്. അപ്പൊ നമ്മൾ ആ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിന് ഒരു പ്രോഡക്റ്റ് ഡിഫൈൻസ് ദ പ്രോസസ് എന്നാണ് പറയുന്നത്. അതെന്താന്ന് സത്യത്തിൽ ആ പ്രോഡക്റ്റ് ആണ്. നമ്മൾ പറയില്ലേ, ഞാൻ പലപ്പോഴും പറയാറുള്ള എന്തോ ആലോചിക്കുന്ന കാര്യം. കാരണം നമുക്കെല്ലാം അറിയാം, ഒരു 14 വർഷം മുമ്പ് കാലഘട്ടങ്ങളിൽ നാട്ടിൻപുറത്തെ സ്ഥിതി ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങൾക്കും പക്ഷെ അത് ശരിയോ തെറ്റോ ആണോ, പക്ഷെ 40 വർഷം മുമ്പൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു BA കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്ത് വില ഉണ്ടായിരുന്നു, അല്ലെ ഒരു MA കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയായിരുന്നു. അയാൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ധാരണയായിരുന്നു നമ്മുടെ നാട്ടിൻപുറത്ത്, അല്ലേ? നമ്മുടെ നാട്ടിൻപുറങ്ങളിലല്ലാതെ അയാളോട് പല സംഗതികളും നമ്മൾ ഇന്ന് അഡ്വൈസ് ചോദിക്കും. എൻ്റെ മക്കളെ ഹയർ സ്റ്റഡീസിൻ്റെ ഒരു അഡ്മിഷൻ കിട്ടിയാൽ അതിന് വിടണോ അതോ മറ്റേതാണ് നല്ലത്? വീട്ടിലൊരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ സമീപിക്കുമായിരുന്നു നമ്മൾ. അവരോടായിരുന്നു അഡ്വൈസ് ചോദിക്കുന്നത്, അവരത് പറഞ്ഞു തരുമായിരുന്നു. അവർ പറയുന്നതിനൊരു ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു, അല്ലേ? അവരൊന്നും ഇല്ലാത്തത് പറയില്ല, അവർ സത്യമേ പറയൂ എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ അങ്ങനെ അവർക്കൊരു ചില വില കൽപ്പിച്ചിരുന്ന നാട്ടിലന്ന്. 40 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 40 വർഷം 30 വർഷം പിന്നെ പോയാലും ചിലപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ അതിനുശേഷം ഇത്രത്തോളം കോളേജ് വന്നു, ഇത്രത്തോളം ഗ്രാജുവേറ്റ്സ് വന്നതോടെയൊക്കെ ആയിരിക്കും അത് പോയത്. പക്ഷെ പണ്ട് ഇറങ്ങിയവരെല്ലാം നമ്മൾ അങ്ങനെ ഒരു വില നൽകിയിരുന്നു. അവരുടെ അടുത്ത് നമ്മളൊരു ലെറ്റർ എഴുതണമെങ്കിൽ പോലും അവരുടെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഒരു സർക്കാരിലേക്ക് ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ ഏതിനും ആശ്രയിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നത്. എന്ത് കണ്ടിട്ടായിരുന്നത്? അവരിൽ ചില പ്രത്യേകതകൾ കണ്ടിട്ടായിരുന്നു. ആ പ്രത്യേകതകളാണ് ആക്ച്വലി ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ അതിനെ നമ്മൾ മെഷറബിൾ ആക്കണം. നമ്മൾ അതിനെ മെഷർ ചെയ്തേ പറ്റുള്ളൂ. കാരണം മെഷർ ചെയ്യാത്ത ഈ സംഭവത്തിനൊന്നും ഒരു വിലയില്ല. അപ്പൊ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള ക്വാളിറ്റിയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി ജനറലി ആപ്ലിക്കബിൾ ടു എവറി സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിസിപ്ലിൻസ്. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് അത്തരത്തിൻ്റെ സംഗതികളെ നമ്മൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ അന്ന് പറയുമായിരുന്നു ആ കുട്ടികളെ, ആ വ്യക്തികളെ കുറിച്ചും അങ്ങനെ പറയും, അവൻ അവിടുത്തെ അല്ലേ, അവൻ ആ MA കോളേജിൽ നിന്നല്ലേ, അല്ലെ അവന് പിന്നെ BCM ഇറങ്ങിയല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ, അല്ലേ? SP കോളേജ് പഠിച്ച SP കോളേജിലല്ലേ, പിന്നെ മോശമായിരിക്കും. പക്ഷെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാണോ? അപ്പൊ എന്ന് കുറ്റപ്പെടുത്തിയല്ല, ഇതൊക്കെയാണ് സത്യം, അല്ലേ? അപ്പൊ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ കോളേജുകളെ
ആ പേരിന്റെ അവിടെ നമ്മുടെ കോളേജ് ചേർത്തിട്ട്, നമ്മുടെ കോളേജുകൾ ചേർത്തിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നതെന്ന്. ഇവൻ അവിടെ പഠിച്ചത്. ആ അവസ്ഥയിലേക്ക് പോകരുത്. അപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. ഇത്തരം സംഗതികളെ നമ്മൾ തിരിച്ചു പിടിക്കുന്നതാണ് ആക്ച്വലി ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആ രീതി ചെയ്യണം നമുക്ക്. കാരണം ഒരു ഉദാഹരണം, പിന്നെ ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സമയത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സും പ്രോഗ്രാം ഔട്ട്കം രണ്ടും ഒന്നാണ്. വിതിൻ ദ ഡിസിപ്ലിനറി സൈലോസ് ഒന്നുമില്ല. ഡിസിപ്ലിൻ ബൗണ്ടറീസ് കടന്ന് ആർക്കും ഉപയോഗിക്കാവുന്ന ക്വാളിറ്റീസിനെയാണ് നമ്മൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറയുന്നത്. ബിയോണ്ട് സ്പെസിഫിക് സബ്ജക്റ്റ് കണ്ടന്റും അതിന് പ്രാധാന്യമില്ല. കാരണം പൊതുവേ ഉള്ള അവന് ജെൻഡർ, പിന്നെ വെളിയിലിറങ്ങിയാൽ അവന് നമ്മളീ പഠിച്ചിട്ട് പോയിട്ട് എല്ലാം ഉണ്ടായിട്ട് റോഡിൽ കിടന്ന് അലമുണ്ടാക്കി കഴിഞ്ഞാൽ തീർന്നില്ല നമ്മുടെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും ആ കുട്ടി പ്രകടിപ്പിക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ കുറിച്ച് പറയണം. അവൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന അതിന്റെ മിടുക്ക് അവനെ കാണാനുണ്ട്, അല്ലെ അവന്റെ കഴിവ് അതിനകത്ത്, അവന്റെ സ്വഭാവം കണ്ടില്ലേ എന്ന് പറയണം. അവനെ പെൺകുട്ടികളോട്, ആൺകുട്ടിയാണെങ്കിൽ അവൻ പെൺകുട്ടികളോട് പെരുമാറുന്ന രീതിയിലുള്ള വ്യത്യാസം കാണുമ്പോൾ അറിയണം അവൻ ആ കോളേജിൽ നിന്ന് പഠിച്ച അതിന്റെ അന്തസ് അവൻ കാണിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഏത് തരത്തിലും നമുക്ക് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കണം. സ്കില്ലും ക്വാളിറ്റീസും ഒക്കെ അതുപോലെയാണ്. ലൈഫ് ലോങ് ലേണിംഗ് പാർട്ടാണ് ഇതൊക്കെ. ജീവിതത്തിൽ എന്നും ഉപയോഗിക്കേണ്ട ക്വാളിറ്റീസ് ആയിട്ടുള്ള ആണ് നമ്മുടെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മുടെ ലേണിംഗ് ലെവൽസിനെ കുറിച്ച് പറയാം. ലേണിംഗ് ലെവൽസ്, അപ്പോൾ പിന്നെ സമയം 1 മണി, നമുക്ക് 1:30 നിർത്തുന്നതായിരിക്കും അല്ലേ നല്ലത്. അതാ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആരും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. കാരണം എൻ്റെ സെഷൻ ആയപ്പോഴത്തേനും അവരൊക്കെ സ്ഥലം കാലിയാക്കിയെന്ന് തോന്നുന്നു. അപ്പം ലെവൽസ് ഓഫ് ലേണിംഗ് ആണ്. ലെവൽസ് ഓഫ് ലേണിംഗ് നമ്മൾ തീർച്ചയായിട്ടും ഇത് എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലെവൽസ് ഓഫ് ലേണിംഗ് ടോപ്പ് ഡൗൺവേർഡ്സ് എന്നാണ്. OBE ആക്ച്വലി ടോപ്പ് ഡൗൺവേർഡ്സ് ആണ്. അതായത് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ എൻറ്റയർ കോഴ്സുകൾ ഡിസൈൻ ചെയ്തതിന് ശേഷമല്ല പ്രോഗ്രാം ഡിസൈൻ ചെയ്യേണ്ടത്. അതും കഴിഞ്ഞല്ല നിങ്ങളുടെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് ഉണ്ടാകേണ്ടത്. ആദ്യം നിങ്ങൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് ഫിക്സ് ചെയ്യുന്നു. യു ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദി എക്സിസ്റ്റിംഗ് സിലബസ്. നിങ്ങളുടെ സിലബസിനെ പരിഷ്കരിക്കുന്നതല്ല. നമ്മൾ നേരത്തെ ഡോക്ടർ ഷെഫീഖ് ഇവിടെ സംസാരിച്ചാണത്. സിലബസ് പരിഷ്കരണം അല്ല നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് മറ്റുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ രൂപപ്പെടുത്തുകയാണ് നമ്മുടെ കരിക്കുലത്തിന്റെ ഫ്രെയിംവർക്ക് മാത്രമേ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളൂ. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വാട്ട് ഈസ് അവർ പ്രോഗ്രാം ഷുഡ് ബി, പർപ്പസ് ഓഫ് ദ പ്രോഗ്രാംസ്. അപ്പൊ നിങ്ങൾ ആരെ ചിന്തിക്കും? ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു എന്ന് വെച്ചോ. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഇനി അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് അടുത്ത സ്ലൈഡിൽ പറയാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ആ ലെവൽസ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട് യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്തു. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ പ്രോഗ്രാംസ്. ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് നമുക്ക് ഡിസൈൻ ചെയ്യണം. ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരിക്കലും പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഉള്ള സിലബസ് എടുത്തിട്ട് അതിന്റെ കോഴ്സ് കണ്ടന്റുകളെല്ലാം എടുത്ത് അക്കവിട്ട് നിരത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അല്ലെങ്കിൽ അതിന് മൊത്തം അഴിച്ചു പണിതെന്ന് വെച്ചോ. എന്നാലും അത് ദാറ്റ്സ് നോട്ട് ദ ഗുഡ് വേ. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് സിലബസ് ആണെന്ന് വെച്ചോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ യു ഫോർഗെറ്റ് അബൌട്ട് യുവർ കറണ്ട് സിസ്റ്റം. നിങ്ങൾ അതിലെ പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ആയിപ്പോവും, പ്രിജുഡ്യൂസ്ഡ് ആയിപ്പോവും. നിങ്ങളുടെ പഴയ സിലബസ് കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ആദ്യമായിരിക്കും നിങ്ങൾ അത് ചൂസ് ചെയ്യും. അതിലെ കണ്ടന്റുകളിലേക്ക് നിങ്ങൾക്ക് അങ്ങ് ഫ്ലെക്സിബിൾ ആവും. നിങ്ങൾ അതിലേക്ക് അങ്ങ് പ്രൊപ്പൻസിറ്റി ടു എൻഗേജ് വിത്ത് ദ എക്സിസ്റ്റിംഗ് സിലബസ് പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ, എൻ്റെ ഒരു പ്രോഗ്രാം, ഞാൻ ജിയോളജിയാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ജിയോളജി പ്രോഗ്രാമിൽ ഞാൻ തീർച്ചയായിട്ടും പുതിയത് എന്താണ് അവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് എനിക്ക് എന്താണ് വേണ്ടത്, ആക്ച്വലി വാട്ട് ഈസ് ദ സൊസൈറ്റി ഡിമാൻഡ്സ്, വാട്ട് ഈസ് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്സ്, വാട്ട് ഈസ് ദ ഹയർ എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ്, വാട്ട് ഈസ് ദ എമർജിങ് ഏരിയാസ് ഓഫ് ജിയോളജി ഡിമാൻഡ്സ്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിസൈൻ ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് അറിവുള്ളവനായിരിക്കുമോ? ആയിരിക്കണമെന്നില്ല, അല്ലേ? നമ്മൾ എല്ലാ മേഖലകളിലും, നമ്മുടെ സബ്ജക്റ്റിലെ എല്ലാ മേഖലകളിലും എമർജിങ് നോളജ് ഏരിയാസിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മൾ മേ ബി വി ആർ വെരി വെൽ വേഴ്സ്ഡ് വിത്ത് അവർ ഓൺ കോഴ്സസ് ആയിരിക്കാം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നാഷണൽ ഡിമാൻഡ് എന്താണ്? ഹയർ എഡ്യൂക്കേഷനിലേക്ക് കുട്ടികൾ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ UG 4 ഇയർ UG പ്രോഗ്രാം കഴിഞ്ഞാൽ കുട്ടികൾ പോകേണ്ടത് ഹയർ എഡ്യൂക്കേഷനിലാണെന്ന് നമ്മൾ തീരുമാനിക്കുക. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പറഞ്ഞു വിടേണ്ടത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും, അല്ലേ? കാരണം നമ്മളിവിടെ, എനിക്ക് അനുഭവമുള്ള, ഞാൻ PhD ചെയ്യാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു PhD ചെയ്ത്. ഞാൻ PhD ചെയ്യാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ചെന്നു 95 കേട്ടോ.
അപ്പം പിന്നെ നിങ്ങൾ പലരും ജനിച്ചിട്ടുണ്ടാവില്ല അവിടെ ആ സമയത്ത്. 95 ഞാൻ അവിടെ ചെല്ലുമ്പോഴേ, ജനിച്ചല്ലേ, 95 ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എന്നെ എൻ്റെ സാറ് കൂട്ടിക്കൊണ്ട് പോവുക പിറ്റേ ദിവസം ഡെറാഡൂണിലേക്ക് പോകാൻ. പിറ്റേ ദിവസം ഒന്നുമല്ല, കുറെ നാൾ കഴിഞ്ഞ്. കാരണം പുള്ളിക്ക് പിടികിട്ടി എൻ്റെ വിവരം എത്രത്തോളം ഉണ്ട്. ഞാൻ മദ്രാസിലായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്ത് BSc ചെയ്തതിന് ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MSc ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ PhD ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോകാം. സിവിൽ സർവീസ് എന്നുള്ള വലിയ സ്വപ്നമൊക്കെ പേറി വണ്ടി ഭാണ്ഡക്കെട്ടും പേറി പോയതാ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു ഞങ്ങളുടെ ഒരു പ്രൊഫസറിന്റെ അടുത്ത്. പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ സ്ഥിരം പ്രാക്ടീസ് ഇതായിരുന്നു. കാരണം ഇവനെയൊക്കെ അളക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്നുള്ള പുള്ളി ഫീൽഡ് വർക്കിന് കൊണ്ടുപോയി നമ്മളെ ഡെറാഡൂൺ മസൂറി ഒക്കെ ആയിട്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഒരു സ്വരാജ് സവാൻ ഉണ്ട്, ആ വാനെ കൊണ്ടുപോവുക. അപ്പൊ എനിക്കിത് വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക് നമ്മൾ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മാപ്പിംഗ് ആണ്. നമുക്കൊരു ബ്രണ്ടൻ കോമ്പസ് ഉണ്ട്, ആ കോമ്പസ് നോക്കണം, മാപ്പ് എടുത്തു നോക്കണം, ആ മാപ്പിന്റെ ഓറിയന്റേഷൻ ഒക്കെ സെറ്റ് ചെയ്യണം. റോക്കിന്റെ പിന്നെ ഓറിയന്റേഷൻ ഉണ്ട്, ഡിപ്പ്, സ്ട്രൈക്ക്, അതിന്റെ ഡിപ്പ് ആംഗിൾ, ഇതൊക്കെ അറിയണം. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കോമ്പസ് ഉപയോഗിക്കാനുള്ള നല്ല ശേഷി ഉണ്ടാവണം. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി an interest in വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ഇതൊക്കെ ഡിഗ്രി ക്ലാസ്സുകളിലും പിന്നെ ഈ PGയിലും ഒക്കെ നിർബന്ധമായിട്ടും പഠിപ്പിക്കണ്ട. അപ്പൊ ഞാൻ ഏതായാലും ഇതൊക്കെ വളരെ കാഷ്വലായിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. ഞാൻ അവിടെ ചെന്നു, നീതിപരം നാണക്കേടൊന്നുമില്ല. ഞാൻ തിരിച്ചു വന്നതോടുകൂടി ഞാൻ ഒരു അസ്ഥിപഞ്ജരമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര നാണം കെട്ടുപോയി. കാരണം എനിക്ക് അതൊന്നും പ്രസന്റ് ചെയ്യാൻ പുള്ളിയുടെ മുമ്പ് പറ്റുന്നില്ല. അത്രത്തോളം നിങ്ങൾ ഇത്തിരി ഞാൻ പൊലിപ്പിച്ചാ പറഞ്ഞത്, അത്ര മോശമായില്ലെങ്കിൽ എന്നാൽ പോലും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് അവിടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല എൻ്റെ നോളജ്. അതുണ്ടാക്കുന്ന ഒരു വൈകല്യം ഭയങ്കരം. അപ്പൊ നമ്മളൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഈ സ്കില്ലില്ലാതെ വിട്ടു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇല്ല അണ്ടർ റേറ്റ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഇവിടുന്നാണോ വന്നത്? അപ്പൊ എന്നോട് സാറ് വേറെ എൻ്റെ സീനിയേഴ്സിനോട് പറയാം, പടായി നെയ്ക്കാവോ ജിയോള പിന്നെ MSc എവിടെ അവൻ ചെയ്തത്, മദ്രാസിലാണ് ചെയ്തത്. അപ്പൊ മദ്രാസ് ചെയ്തിട്ട് കുച്ചു പടാത്തന്നെ യോദർ എന്ന് ചോദിക്കുക പുള്ളി. അപ്പൊ മറ്റവരോട് പറഞ്ഞ് കേൾക്കാം. എനിക്ക് അന്ന് ഹിന്ദി ഒന്നും മനസ്സിലായില്ല. അപ്പം പിന്നെ അവനൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാ അവർ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് അതൊന്ന്. രണ്ടാമത്, നിങ്ങൾ ആ കുട്ടികളെ എങ്ങോട്ടാ വിടുന്നത്? നിങ്ങൾ കുട്ടികളെ വിടേണ്ടത് നിങ്ങളുടെ എംപ്ലോയർസിന്റെ അടുത്തേക്കാണ്, അല്ലെ? അവനൊരു ജോലി വേണം. അപ്പം ജോബ് എനേബിളേഴ്സ് ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ജോബ് എനേബിളേഴ്സ് ആരാണ്? ഹു ആർ ദ ജോബ് പ്രൊവൈഡേഴ്സ്? അല്ലെ അവരുടെ എംപ്ലോയേഴ്സ് ആരാണ്? അവരുടെ ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്യണം, അല്ലേ? ഒന്നെങ്കിൽ അതാണ് വേണ്ടത്. ഇനി അതും അല്ലെങ്കിൽ എന്താ ഉള്ളത്? കുട്ടികൾക്കല്ല എന്റർപ്രണർഷിപ്പ് വേണം. എൻ്റെ കുട്ടി ഇറങ്ങിപ്പോയി 4 കൊല്ലം കഴിഞ്ഞ് അവൻ ഇറങ്ങിപ്പോകും, അവനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അവനൊരു സ്വയം ഒരു തൊഴിലിടാനുള്ള സാധ്യത ഉണ്ടോ? 10 പേർക്ക് പണി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും? ഇൻഡസ്ട്രി എന്നുള്ളവരെ വിളിക്കും. സോ ദർ ആർ ഇൻഡസ്ട്രിക്കാർ, ഇതുകൊണ്ട് സ്റ്റാർട്ടപ്പ് എക്സ്പേർട്സും ഉണ്ട്. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പുകളാണ്. സോ പ്രോഗ്രാം നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം ദ വിഷൻസ് ഓഫ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദിസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അത് വേണം. ഇപ്പൊ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റിക്രൂട്ടിങ്ങിന്റെ സെഷനിൽ നിന്നുള്ള ഒരു അധ്യാപകൻ, മലയാളിയാ, അദ്ദേഹം ഒരിക്കൽ കണ്ടപ്പം പറഞ്ഞതാണ്, പിന്നെ IICയില് പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് മലയാളികളുടെ ഷെയർ വളരെ കൂടുതലാണ്. ഇഷ്ടംപോലെ മലയാളികളുണ്ട് മൊത്തം നോക്കിയാൽ. പക്ഷെ നിങ്ങൾ എടുത്തു നോക്കിയാൽ PhD പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും PG പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ അവിടെ, അതിൽ നോക്കിയാൽ കുറവാണ്. അപ്പം നമ്മൾ എവിടാ പ്രശ്നം? നമ്മുടെ +2 ലെവലിനെ കുറിച്ച് അവർക്കൊക്കെ വലിയ പ്രശ്നമില്ല. അതൊരു CBSE ആണോ സ്റ്റേറ്റ് സിലബസിനെ കുറിച്ചാണോ എന്നറിയില്ല. +2 കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല കുട്ടികളുണ്ട്. പക്ഷേ PG ലെവലിലേക്ക് എത്തുമ്പം കുട്ടികൾ മുഴുവൻ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെയുള്ള കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് നമ്മുടെ ആ ഒരു റിക്വയർമെന്റൂടെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസൾട്ട് ഡെഫിനറ്റ്ലി വിത്ത് ദിസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ PSO അല്ലെ നമ്മുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഴയ സിലബസ് അല്ല നോക്കേണ്ടത്. നിങ്ങൾ ആ ഡിമാൻഡ് ചെയ്യും. അവർ പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ആ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചിനാണ് നിങ്ങൾ കുട്ടികളെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഗ്രൂപ്പ്. അപ്പൊ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല, ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൽ ഹാവ് സ്റ്റേക്ക് അപ്പോൺ ദിസ് സിലബസ്. ദേ വിൽ പ്രൊവൈഡ് യു സർട്ടൻ ഇൻഫർമേഷൻ. ഈ നോളജ് ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ജോലി കൊടുക്കാൻ പറ്റും. ഈ നോളജ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ അഡ്മിഷൻ കിട്ടും. ഈ നോളജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം ഒരു സംരംഭകരാകാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഗ്രൂപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെയും കൂടെ വിഷൻ നമ്മളുടെ സിലബസിൽ ഉണ്ടാവണം. അതാണ് ഒരു ലെവൽ. അപ്പം ലെവൽ
ഓക്കെ, ലെവൽ ഫസ്റ്റ് ലെവൽ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലെവൽ ഈസ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം നമ്മുടെ പല ഡോക്യുമെന്റ് കാണും, PLO എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം ലേണിംഗ് ഔട്ട്കം, രണ്ട് കൺഫ്യൂസ് ചെയ്യേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. അത് തീർച്ചയായിട്ടും സബ്ജക്ട് സ്പെസിഫിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ് റൂമിലേക്ക് ഫസ്റ്റ് ഇയർ ബാച്ച് കുട്ടികൾ എല്ലാ ഡിസിപ്ലിനിൽ നിന്നും വന്നിരുന്നവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ജനറൽ ഔട്ട്കംസ് ആണ്. അതായത് എല്ലാ സബ്ജക്റ്റുകാരും ഉണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത് നമ്മൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു കുറേ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അവരെല്ലാം പറഞ്ഞു വിട്ടു, അവരവരവരുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോയി. സോ എവറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സബ്ജക്റ്റ് വൈസ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാവണം നമ്മുടെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പ്രോഗ്രാം കോഴ്സ് ഔട്ട്കംസ്. കോഴ്സ് ഔട്ട്കം നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോഴ്സ് ഔട്ട്കം ഡിസൈൻ ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വലി ഹൗ ദാറ്റ് റിഫ്ലെക്ട്സ് ടു ദി ക്ലാസ് റൂം ട്രാൻസാക്ഷൻസ് ആൻഡ് ഓൾസോ ദാറ്റ് റിഫ്ലെക്ട്സ് ടു ദി അസസ്മെന്റ് പാറ്റേൺസ്. അസസ്മെന്റിനെയും അസസ് ചെയ്യുന്നു, പാറ്റേണിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന അതാണ്. അത് മാത്രമല്ല നമ്മുടെ അറ്റൈൻമെന്റ് കാൽക്കുലേഷനും എല്ലാം നമ്മൾ കോഴ്സ് ഔട്ട്കത്തില്ല. കോഴ്സ് ഔട്ട്കം നമ്മൾ ഫ്രെയിം ചെയ്യും. ആ കോഴ്സസ് ഒക്കെ ആക്ച്വലി എവിടുന്ന് വരുന്ന കോഴ്സാ? PSOയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അവരോട് പറഞ്ഞ ആശയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയ കോഴ്സുകൾ അതിനകത്ത് വന്നേക്കുന്നത്. കാരണം ആ കോഴ്സ് ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ അവർ ഇറങ്ങി പോകുമ്പോൾ, അല്ലേ? അപ്പം അത്തരത്തിൽ നമ്മൾ കോഴ്സ് ഔട്ട്കം സെറ്റ് ചെയ്യുന്നു. ദെൻ ഒരു കാര്യം പറയാം, പ്രോഗ്രാം ഔട്ട്കത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. 10 മിനിറ്റ് ഉണ്ടല്ലോ. പ്രോഗ്രാം ഔട്ട്കംസ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിച്ചാൽ കാണാം, 10-15 പ്രോഗ്രാം ഔട്ട്കംസ് അവർ പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് നോളജ്, മോഡേൺ ടൂൾ യൂസേജ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരതിനകത്ത് പറയുന്നു. 10-15 എണ്ണം ഉണ്ട്. നിങ്ങൾ NBA സ്റ്റാൻഡേർഡ്സ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ AICTE ഒക്കെ അത് പല ഘട്ടങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കണക്കോട് കേൾക്കണ്ടാണ് നിങ്ങൾ. എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ തന്നെ രാജ്യത്ത് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ there are 30 lakh students are enrolled in every year ജനറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്. ടോട്ടൽ കേരളത്തിൽ, ഇന്ത്യയിലെ 30 അല്പം കുറവായിരിക്കും. ഇപ്പം കുട്ടികളൊക്കെ പോയല്ലോ, പലയിടത്തോട്ട് പോകുന്നുണ്ട്. സോ 30 lakhs is the students. 3 million students are enrolled in every year. ഔട്ട് ഓഫ് വിച്ച് സം ഓഫ് ദ സ്റ്റഡീസ് ഒരു പിന്നെ നല്ല ഏജൻസി, ഏതോ ഒരു നല്ല ഏജൻസിയുടെ സ്റ്റഡിയാണ്. ആ ഏജൻസിയുടെ സ്റ്റഡി വെച്ച് അവർ പറയുന്നത് 50% ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് പാസ്ഡ് ഔട്ട്. പാസ്സാവുന്ന കുട്ടികൾ 50% ആണ്. അപ്പം ആക്ച്വലി അത് 1.5 മില്യൺ 15 ലക്ഷം കുട്ടികൾ പാസ്സാകുന്നുണ്ട്. ആ 15 ലക്ഷം കുട്ടികൾ പാസ്സാകുന്നതിനകത്ത് 7% മാത്രമേ കോർ നോളജ് ഉള്ളൂ എന്നാണ് പറയുന്നത് അവരുടെ ഫൈൻഡിങ്. ഔട്ട് ഓഫ് ദാറ്റ് 30 lakh സ്റ്റുഡൻസ് പാസ്ഡ് ഔട്ട് 15 lakhs, and out of that 15 lakhs only 7% is having the actual the core knowledge. അടുത്തത് ആ സ്കില്ലുള്ളവരുടെ പറയുന്നുണ്ട്, വെറും 3% ആണ് സ്കില്ല്. 3% എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ഗ്രാജുവേറ്റ്സ് ആണ് ഇവിടെ സ്കിൽ ആക്ച്വലി ഉള്ള, കോർ നോളജ് പ്ലസ് സ്കില്ലുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാണ് ഇൻഡസ്ട്രി പിന്നെ ചേംബർ ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കണ്ടൊരു കണക്കാണ്. പക്ഷെ അതേ സമയത്ത് റീസെന്റ് റിപ്പോർട്ട്സ്, ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവസ്ഥ, എഞ്ചിനീയറിംഗ് സിറ്റുവേഷൻ അവസ്ഥ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ജനറൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ സാധാരണ BSc BA BCom കോഴ്സുകളുടെ പ്രോഗ്രാമുകളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, അല്ലേ? എഞ്ചിനീയറിംഗ് ഈസ് എ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഈവൻ ദെൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ദർ. സോ നൗ ദ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ജനറൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ. പക്ഷേ അതിന്റെ റീസെന്റ് ആയിട്ട് വേറൊരു എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു നാസ്കോമിന്റെ ഒരു സ്റ്റഡി പറയുന്നത് അവർ പറയുന്നത് 50% ഓഫ് ദി സ്റ്റുഡൻസ് ആർ എംപ്ലോയബിൾ എന്നാണ് പറയുന്നത്. പുതിയൊരു കഴിഞ്ഞ ദിവസം കണ്ട് ഏതാണ്ട് നാസ്കോം ഒരു സ്റ്റഡി, അവർ വലിയ ഒരു ഏജൻസിയാണ്, ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അവർ പറയുന്നത് IT സെക്ടറിൽ, ഇത് എഞ്ചിനീയറിംഗിനല്ല കേട്ടോ, IT സെക്ടർ സ്പെസിഫിക്കലി സ്പീക്കിംഗ് ദാറ്റ് അബൌട്ട് 50% ഓഫ് ദി IT സെക്ടർ സ്റ്റുഡൻസ് ആർ എംപ്ലോയബിൾ ആണ്, IT പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആയിരിക്കാം, ശരിയായിരിക്കാം, അതോ കണക്ക് മാനിപ്പുലേറ്റഡ് ആണോ നമുക്കറിയില്ല. നമ്മുടെ ജനറൽ എഡ്യൂക്കേഷനിലേക്ക് ഇനി വരുമ്പോൾ ഞാൻ ഇതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നിങ്ങൾ പിന്നെ പോകാൻ തിരക്കൂട്ടാന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ NAAC, UGC, NAAC, NBA ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നും ഒരിക്കലും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ദേ ആർ പ്രൊവൈഡിങ് ഓൺലി സർട്ടൻ ടെംപ്ലേറ്റ്സ്. നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ. അവരൊന്നും പറഞ്ഞിട്ടില്ല. ഈ യൂണിവേഴ്സിറ്റി ഹാസ് ഫുൾ ഫ്രീഡം ടു ചൂസ് യുവർ പ്രോഗ്രാം ഔട്ട്കംസ്. ഇതിലെ ഒരെണ്ണം പോലും എടുക്കണമെന്നില്ല. 15 എണ്ണം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 15 എണ്ണം എന്ന് പറയുമ്പോൾ 10 എണ്ണം NAACന്റെ ഗൈഡ് ലൈൻസിലുള്ളതുണ്ട്. ദെൻ ദർ ആർ 5 more ഫ്രം ദി നമ്മുടെ UGCയും നമ്മുടെ കരിക്കുലവും ഒക്കെ പറഞ്ഞേക്കുന്ന
പ്രോഗ്രാം ഔട്ട്കത്തിന്റെ അല്ലെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സിന്റെ 5 കൂടെ ഞാൻ അതിനകത്ത് 5 ചിലത് ഇതാ ഡ്യൂപ്ലിക്കേസിയാ ഉണ്ടാകുന്ന കാരണം ഞാൻ അല്ലാത്ത 5 കൂടി ചേർത്ത്, അപ്പം 15 ഉണ്ട്. ഈ 15 ഒരെണ്ണം പോലും എടുക്കാൻ ആരും നിങ്ങളെ ആവശ്യപ്പെടുന്നില്ല. നാക്ക് നിങ്ങളോട് വന്നപ്പോൾ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടോ ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തത്, അല്ലെ പ്രോബ്ലം സോൾവിങ് ഉണ്ടോ ചോദിക്കില്ല. നാക്കുകൾ പറയുന്നത് യൂണിവേഴ്സിറ്റി ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡെവലപ്പ് ഓർ ചൂസ് യുവർ പ്രോഗ്രാം ഔട്ട്കംസ്. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എടുക്കാം. നിങ്ങളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് വിൽ യുനാനിമസ്ലി ഡിസൈഡ് ദാറ്റ് ദീസ് ആർ ദ 5 പ്രോഗ്രാം ഔട്ട്കംസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ യുവർ എൻറ്റയർ പ്രോഗ്രാംസ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഈ 5 പുതിയതായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. സോ നാക്ക് ഈസ് ഓൺലി പ്രൊവൈഡിങ് ടെംപ്ലേറ്റ്സ്. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ, ഇതൊക്കെ ഇതിനകത്തുള്ള കേട്ടോ. നാക്കിന്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന സാധനങ്ങളാണ്. ദെൻ ഇഫക്റ്റീവ് സിറ്റിസൺഷിപ്പ്, ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, എത്തിക്സ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, സെൽഫ് ഡയറക്റ്റഡ് ലൈഫ് ലോങ് ലേണിംഗ്, എംപ്ലോയ്മെന്റ് റെഡി സ്കിൽസ്, റിസർച്ച് റിലേറ്റഡ് സ്കിൽ, ഡിജിറ്റൽ ലിറ്ററസി, ലീഡർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, കോർഡിനേറ്റിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്, ഇത് തന്നെ ആലോചിക്കും. ഇതിനകത്തൊരു കോമിക്ക് കൊടുത്തേക്കുന്ന സാധനം കൊണ്ട് വായിച്ചു നോക്കിയാൽ അറിയാം. ഐ ഫൗണ്ട് ദ കോളേജ് ഐ വാണ്ട് ടു അറ്റൻഡ്. ദേ ഓഫർ എ 4-year ഡിഗ്രി പ്രോഗ്രാം ഓൺ ഹൗ ടു ലീവ് അറ്റ് ഹോം വിത്ത് യുവർ പേരൻസ്. കാരണം ഇതെല്ലാം കൊടുത്താൽ ഇപ്പൊ ഏറ്റവും ആവശ്യമുള്ള പ്രോഗ്രാം അതാ. വീട്ടില് പ്രായമുള്ളവരും ഒക്കെ ആയിട്ട് പിന്നെ ജീവിക്കുന്നതിന്റെ പ്രശ്നം അതായത് കുട്ടികളെ എന്ത് പിന്നെ അതല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം സ്പാഡി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ട് അതാണ് ഒരു ലൈഫ് ഇതാ പറയുന്നത് അല്ലെ. ഗാന്ധിജി പറഞ്ഞതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ട പ്രോഗ്രാം അതാണ്. പിള്ളേരെങ്ങനെ പേരൻസുമായിട്ട് തല്ലുകൂടാതെ ജീവിക്കും എന്നുള്ളതിന്റെ ഇതാണ് അവര്. അപ്പൊ അങ്ങനെ ഒരു തമാശ കണ്ടോണ്ട് ഞാൻ എഴുതുന്നേ ഉള്ളൂ. സോ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യം. ഇപ്പൊ 2ാമത്തെ ഇത് കണ്ടോ, ഈ 5 എംപ്ലോയ്മെന്റ് റെഡി സ്കില്ല്, റിസർച്ച് റിലേറ്റഡ് സ്കില്ല്, ഡിജിറ്റൽ ലിറ്ററസി. ഇത് 5 നിർബന്ധമായിട്ട് ഇയാൾക്ക് ഉണ്ടാവില്ലേ അല്ലേ? നമുക്ക് ഏറ്റവും നല്ല ഐഡിയൽ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് സുന്ദർ പിച്ചായ് തന്നെയാണ്. കാരണം ഇതൊന്നും ഇല്ലാതെ ഈ പുള്ളി ഈ പൊസിഷൻ എത്താൻ സാധിക്കില്ല എന്നുള്ളത് ക്ലിയറാ. ഇത് മാത്രമല്ല, ഇതിന് മുമ്പുള്ള 15 ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്കുണ്ടായിരിക്കും അല്ലേ? കാരണം അത്രയും ആ പൊസിഷൻ എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു സംശയത്തിന്റെ ഇടയില്ല. അവര് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എല്ലാം സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നും അല്ല, ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സും ഇല്ലാതൊന്നും ഒരു വ്യക്തിക്ക് ആ പൊസിഷൻ എത്താൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഓരോന്നിനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എവറിഥിങ്. നിങ്ങൾ എന്ത് ആ ഒരു ആസ്പെക്ട് പഠിക്കുന്നതിൽ ആ പ്രോസസ്സിനകത്തെല്ലാം അതുള്ളതാണ്. പ്രോബ്ലം സോൾവിങ് ഇതെല്ലാം നമുക്ക് നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ശരിയാണ്, ഫൗണ്ടേഷൻ കോഴ്സിൽ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നിങ്ങളുടെ കോർ കോഴ്സുകളിൽ കൂടെ ഇതല്ലേ. നിങ്ങൾ കോർ കോഴ്സിന്റെ ഏത് സബ്ജക്ട് പഠിച്ചാലും ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെ എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ അല്ലേ? അങ്ങനെ പഠിപ്പിക്കാന്നല്ല, ലേൺ ചെയ്യാം. സ്റ്റുഡന്റ് ലേൺ ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെ ലേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പർപ്പസ്ലെസ് ആണ്, മീറ്റ് ചെയ്യുന്നില്ല ഒന്നും അല്ലേ? അവൻ ഓരോന്നിനും ഡിബേറ്റ് ചെയ്യുകയും ക്ലാസ് റൂം ഇന്ററാക്റ്റീവ് സെഷൻസ് ആക്കുകയും ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കുകയും. ഗൾഫിലൊക്കെ സ്കൂളുകൾ പോലും പറയുന്നത് ഹൈലി ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഫിസിക്സ് ക്ലാസ്സോ കെമിസ്ട്രി ക്ലാസ്സോ ഈ ലാംഗ്വേജ് ക്ലാസ്സോ ഒക്കെ ആക്ടിവിറ്റിയാണ് ഗൾഫിൽ പോലും. ഞാൻ പറഞ്ഞ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. കുട്ടികളെ എൻഗേജ് ചെയ്യുക. ഏത് മൊമെന്റിൽ കുട്ടികൾ വെറുതെ ഇരിക്കാൻ പാടില്ല, അവരെന്തെങ്കിലും പറയണം, അവരെ കൊണ്ട് പിന്നെ സംസാരിപ്പിക്കണം, അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം, അവരുടെ പിയർ ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്യണം, പിയർ ക്രോസ് വെരിഫിക്കേഷൻസ് നടത്തണം, അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പിന്നെ സബ്ജക്റ്റ് ടോപ്പിക് ഇട്ട് കൊടുത്തിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കും. ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ CMPDF അറിയാമല്ലോ, ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, അതിന്റെ റിവ്യൂ നടക്കുകയാണ്. അപ്പൊ ആ റിവ്യൂവിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് നമ്മളും അതിനകത്ത് റിവ്യൂവിൽ പങ്കെടുത്തു. പല ഘട്ടങ്ങളിലും വളരെ ഇഫക്റ്റീവായിട്ട് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് റിസർച്ച് നടത്തിയ ആൾക്കാർ, കുട്ടികൾ പോലും പ്രസന്റേഷൻ വളരെ വീക്കാണ് അവർക്ക്. അപ്പൊ അവർക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർ ആ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്, ഹൈ എൻഡ് റിസർച്ച്, ഹൈ ഇമ്പാക്ട് ഫാക്ടർ റിസർച്ച് ജേർണലിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവർ ചെയ്ത വർക്കിനെ കുറിച്ച് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വലിയ ഇഷ്യൂ ആണ്. നമ്മൾ അത് കാരണം എന്ത് ചെയ്തു, മുൻകൂട്ടി നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങളത് പിന്നെ അവർക്ക് മെസ്സേജ് നമ്മൾ കൊടുത്തിരുന്നു, എന്ത് ചെയ്യണം, നിങ്ങൾ ട്രയൽ കപ്പിൾ ഓഫ് ടൈംസ് അത് ട്രയൽ ചെയ്ത്
നിങ്ങളുടെ കണക്ടിവിറ്റി ഓക്കെ ആണോ നോക്ക്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്ത് നല്ല പവർ പോയിന്റ് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ കാരണം ഇതൊക്കെ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ വെരി റെപ്യൂട്ടഡ് കൈൻഡ് ഓഫ് റിവ്യൂവേഴ്സ്. സോ ദിസ് വാല്യൂസ് മച്ച് അല്ലേ. അപ്പൊ അത് വളരെ, എനിക്ക് ഒരു ഉദാഹരണം, എനിക്കൊരു പറയാം. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത് ചുമ്മാ ഇത് പറഞ്ഞു. ഞാൻ PhD ഞാനൊരു വലിയ PhD റിസർച്ചർ ഒന്നുമല്ല. കാരണം ഞാൻ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ അതർ ഡിസിപ്ലിൻ. ടീച്ചിങ് പ്രൊഫഷൻ അല്ലാതെ ഒത്തിരി കാലങ്ങളായിരുന്നു ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അതിനുശേഷം ടീച്ചിങ്ങിലേക്ക് വന്നുകൊണ്ട് മാറിയുണ്ട്. സോ ഐ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി റിസർച്ച് വർക്ക്. അപ്പം ഞാൻ പക്ഷേ റിസർച്ച് PhD ചെയ്തത് 2000 റിസർച്ച് ചെയ്ത് പൂർത്തിയാക്കിയതാണ്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ എന്നെ കൊണ്ടുപോയ സാറ്, പുള്ളി അതിന് ശേഷം നല്ല ടേംസിലൊക്കെ ആയി. ടേംസിലായി നല്ല പുള്ളി, ഞാൻ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയെന്ന് മനസ്സിലായി കാണും. എന്തായാലും അതിനുശേഷം പക്ഷെ പുള്ളിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു എൻ്റെ ഈ വൈവ അല്ലെങ്കിൽ നമ്മൾ ഡിഫൻസ്, ഓപ്പൺ ഡിഫൻസ് ഞാൻ പ്രസന്റ് ചെയ്യുക നല്ല വൃത്തിയായിട്ട്. കാരണം എനിക്ക് ഞാൻ ഇത്രയൊക്കെ അല്ലെങ്കിൽ ആലമ്പാക്കും എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കുണ്ടായിരുന്നു. കാരണം അത് അവിടെ DUയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസിപ്ലിനുള്ളവർക്ക് കമ്പൽസറിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസർച്ച് സ്കോളേഴ്സ് കമ്പൽസറി ആയിട്ടും വന്നിരിക്കണമെന്നാണ്. കമ്പൽസറി. എന്നിട്ട് അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് പോകണം. ടീച്ചേഴ്സ് എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല ഓപ്പൺ ഡിഫൻസ് ആരുടെ നടത്തിയാലും. പക്ഷെ റിസർച്ച് സ്കോളേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെല്ലാം വിത്തൗട്ട് എനി പ്രോപ്പർ റീസൺ എവ്രി വൺ ഹാസ് ടു അറ്റൻഡ് ദിസ്. അങ്ങനെ ഒരു, അപ്പം വലിയൊരു ഓഡിയൻസ് ഉണ്ടാകും. അപ്പം അവിടെ ഈ പ്രസന്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ ചെയ്ത റിസർച്ച് വർക്ക് പ്രസന്റ് ചെയ്യുന്നതിന് ഉള്ള എൻ്റെ ഒരു കഴിവുകളൊക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് അറിയാം. അപ്പം എന്ത് ചെയ്യും പുള്ളി, എനിക്ക് ഈ ഒരു മാസമായിട്ട് പുള്ളി എന്നെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം സമയം ഉണ്ടാവും, ഒരു മാസം സമയം മുഴുവൻ ഇങ്ങനെ ആര് പുള്ളിയെ കാണാൻ വരുന്നുണ്ടോ പുള്ളി പറയും, അരെ മനു തൂം ദിഖാതോ തൊടാസാത്തുമാരാ പ്രസന്റേഷൻ എന്ന് പറയും. അപ്പം വന്ന് അവരുടെ മുമ്പ് ഞാൻ പ്രസന്റ് ചെയ്യണം. ലാബ് വലിയ ലാഭമൊന്നുമല്ല, ചെറിയ ലാഭം. അവിടെ നമ്മൾ 5-8 പേരിരിക്കുന്നത്, അതിൽ എല്ലാവരും ഒന്നും ഇല്ല, ഞാൻ മാത്രമൊക്കെ ആ കാലത്തുള്ളൂ. പക്ഷെ പുള്ളിയെ കാണാൻ, പുള്ളിയെ സംസാരിക്കാൻ വരുന്ന ശിപായി വന്നാലും ശരി, പുള്ളിയെ സംസാരിക്കാൻ വരുന്ന കേൾക്കാം. അവിടെ ശിപായി ഞാൻ അവിടുത്തെ കണക്കനുസരിച്ച് പറയുന്നേ ഉള്ളൂ. പുള്ളിയെ ആര് വന്ന്, പുള്ളിയുടെ ബന്ധുക്കാരൻ വീട്ടിൽ വന്നു കഴിഞ്ഞാലും പുള്ളി ഉടനെ അരെ മനു തും ദിഖാതെ തൊടാ തുമാരോ ജോ പ്രസന്റേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ പുള്ളിയുടെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക ഇത് നമ്മുടെ പ്രസന്റേഷൻ വീണ്ടും 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 വീണ്ടും. അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ പണ്ട്, അന്ന് എനിക്കൊരു വലിയ മാനസിക പീഡനമായിരുന്നു. കാരണം എന്നാ വെച്ചാൽ ഓരോ ദിവസം അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ കാണാൻ ആരും വരരുതേന്നായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തോടെ എനിക്ക് ഏറ്റവും ചുരുങ്ങി എനിക്കൊരു 6 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. 6 പ്രാവശ്യം ചെയ്തപ്പോഴാണ് ഞാൻ ഏതാണ്ടൊക്കെ വൃത്തിയായിട്ട് ഈ PhD ഡിഫൻസ് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കുട്ടികൾക്ക് പല ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ ഞാൻ CMPDF-ന്റെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് ആണ്, PhD പോലും അല്ല, പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് ആണ്. അപ്പൊ അവർക്ക് ഈ പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാം അഡ്രസ് ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട്. സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് സൊസൈറ്റൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സെമിനാറുകളൊക്കെ ആ ഉദ്ദേശത്തിലാണ് നമ്മൾ സെമിനാർ എന്ന് പറയുന്നത്, അല്ലാതെ വെറുതെ പിന്നെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുന്ന വെച്ചല്ല സെമിനാർ എന്നൊക്കെ പണ്ടേ നമ്മുടെ സിലബസിൽ കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കാര്യമൊന്നുമില്ല. ദ കമ്മ്യൂണിക്കേഷൻ ഈസ് വാട്ട് എവർ ദ അക്കാഡമിക് നോളജ് യു ഹാവ് ടു ഹാവ് ദ കപ്പാസിറ്റി ടു ഇന്ററാക്ട് ഓർ കൺവിൻസ് ദാറ്റ് ടു ദ ജനറൽ പബ്ലിക്. അങ്ങനെയാണല്ലേ കാര്യമുള്ളൂ. അതാണ് ആ പ്രബുദ്ധതയുടെ ഒക്കെ സ്കീമിന്റെ പ്രത്യേകത. തൊപ്പിപ്പാളയം വെച്ച ഒരാള് പറമ്പിൽ നിന്ന് നേരെ കയറി വന്നാലും അവനോട് സംസാരിക്കുന്ന അഗ്രോണമിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന രീതി പറയണം. നിങ്ങൾ പിന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളതായിരിക്കും അയാൾ. പക്ഷെ നിങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ DNA സീക്വൻസിങ്ങും മറ്റതും മറിച്ചതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? പക്ഷെ നിങ്ങൾക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന, അയാൾ തൊപ്പിപ്പാളെ മേത്ത് മുഴുവൻ ചെളി പുരണ്ട വസ്ത്രവുമായിട്ട് അയാൾ കയറി വരുന്നത്. അങ്ങനെ ഞങ്ങൾ സിംബോളിക് ആയിട്ടൊരു നാടകം പോലും അവിടെ സൃഷ്ടിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഉദ്ഘാടനത്തിന്. കാരണം ഒരാൾ തൊപ്പിപ്പാള വെച്ചുകൊണ്ട് അയാൾ കയറി വരിക ആ വേദിയിലേക്ക്. അപ്പം അവിടെ നിൽക്കുന്ന ആരാ? വലിയ സയന്റിസ്റ്റുകളാ, യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളെല്ലാം നിരന്നിരിക്കുക. അവരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം പോലെയാ പ്രബുദ്ധതയുടെ ഭാഗം. അവരിങ്ങോട്ട് വരികയാണ്, അവർ നമ്മളെ കാണുക. അപ്പൊ വരുന്ന ആൾക്കാരുടെ അവർക്കെല്ലാം അറിയുന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ഗവേഷണ മേഖലയെക്കുറിച്ചുള്ള, നമ്മൾ കറണ്ടായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഗവേഷണ മേഖലയെക്കുറിച്ച് അവരോട് സംവദിക്കുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഒരാൾ കയറി വരികയാണ്, തൊപ്പി വെച്ചിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടുണ്ട്, അയാൾ മേത്ത് മുഴുവൻ ചെളിയാണ്, നേരെ കണ്ടത്തിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് കയറി വരിക. അയാൾ വന്ന് ഫ്രണ്ട് വന്ന് നിൽക്കുക, അയാൾ ഒരു കടലാസി കുറിച്ച് വെച്ചിട്ടുണ്ട്, എൻ്റെ എന്തോ ഒരു സംശയം ചോദിക്കുക. അപ്പൊ അയാളോട് ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഈ പറഞ്ഞ ഇതാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റോ ബോട്ടണിക്കാരോ ഏതാണ്ട് അവർ നടത്തിയ റിസർച്ചിനെ കുറിച്ച് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എന്തൊരു ചോദ്യം ആലോചിക്കുക, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അത് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അവരെ ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസിയാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത്. കാരണം അതും ആവശ്യമാണ്. പക്ഷെ നമ്മുടെ എല്ലാ സബ്ജക്റ്റും അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല, അല്ലേ?
ഇപ്പോൾ ഒരുപക്ഷെ പിന്നെ സുധീന്ദ്ര സാറൊക്കെ പറഞ്ഞ പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരന് പെട്ടെന്ന് തല കയറുകയല്ല. സാധാരണക്കാരെന്നല്ല, മറ്റ് സബ്ജക്റ്റുകാർക്ക് പോലും കയറുകയല്ല. അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ ഫിസിക്സിൽ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മാത്രമേ പിടികിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒത്തിരി വീഡിയോസ് കാണാം, യൂട്യൂബ് വീഡിയോസ് ഒക്കെ എത്ര ഭംഗിയായിട്ടാണ്, സിമ്പിളായിട്ടൊക്കെ ചിലർ പറഞ്ഞേക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ നമുക്കൊന്നും ആലോചിച്ച് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ അത് കാണുമ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലാവും, എന്തൊക്കെയോ അവിടെ മുക്കും മൂലയൊക്കെ മനസ്സിലാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുട്ടികളെ ആ രീതിയിൽ ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 1:30 അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പ്രശ്നം. എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കെല്ലാം ആ കൺസേൺ ഉണ്ടാവണം, സൊസൈറ്റിയെ കുറിച്ചുള്ള കൺസേൺ ഉണ്ടാവണം. ഇറങ്ങിപ്പോകുന്ന കുട്ടി ഈ ഡിഗ്രി എല്ലാം, നിങ്ങൾ ഈ 4 ഇയർ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതിന് വേസ്റ്റ് എടുത്ത് നേരെ അടുത്തവന്റെ പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ലേ? അപ്പൊ ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല. എത്തിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, സിറ്റിസൺഷിപ്പ്, സെൽഫ് ഡയറക്റ്റ് ലൈഫ് ലോങ് ലേണിംഗ്. ഞാൻ ഈ പറഞ്ഞ ഓഫ് കോഴ്സ് സുന്ദർ പിച്ചായിയൊക്കെ മുന്നിൽ വെച്ചതിന്റെ ഉദ്ദേശം അയലിലൊക്കെയുള്ള ക്വാളിറ്റീസ് ഒരു കുട്ടിയെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഒരു 10 കൊല്ലത്തേക്ക് എന്ന് നമ്മൾ ചിന്തിക്കാം, അല്ലേ? ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഹെഡായിട്ട്, ഒരു CEO ആയിട്ടൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 10 കൊല്ലത്തെ ടാസ്ക് വെക്കുക, 10 കൊല്ലം സമയം വെക്കുക, 10 കൊല്ലത്തിനുള്ളിൽ നമുക്ക് സാധിക്കും. അങ്ങനത്തെ ഒക്കെയാണ് ശരിക്കും പ്രോഗ്രാം ഔട്ട്കം. പ്രോഗ്രാം ഔട്ട്കത്തിന്റെ പലതിന്റെ സാമ്പിൾസ് ഒക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതും ഒക്കെയാണ്. അപ്പം കഴിക്കാൻ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഐ പ്രിസ്യൂം ദാറ്റ് ഫുഡ് ഈസ് റെഡി. നമുക്ക് അങ്ങനെയാണ് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ ശരിക്കും ഞാനൊരു എക്സസൈസ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് എക്സസൈസ് തരാനാണ്. ഇവിടെ ഇരുന്ന് നിങ്ങളെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്നായിരുന്നുള്ള വാശിയായിരുന്നു എനിക്ക്. പക്ഷെ നടക്കുകയല്ലേ. ഞാൻ പറയാം, ആ എക്സസൈസ് തരുമ്പോൾ ഉള്ള ഒരു ഭാവമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ എക്സസൈസ് എനിക്ക് തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഞാൻ അയച്ചു തരും ആ എക്സസൈസ്, നിങ്ങൾ ചെയ്യുക. അന്നേരം നിങ്ങൾ ഈ സലീംകുമാറിനെ ഓർക്കണം, ഇതൊന്ന് ചെയ്യുന്ന കാണട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കണം കേട്ടോ. അപ്പൊ ആ രീതിയിലായിരുന്നു. അപ്പൊ അത് അടുത്ത സെഷൻ PSOയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് ഇതായിരുന്നു ആ വർക്കൗട്ട് ചെയ്യാനുള്ള എക്സസൈസ്. സ്വാഭാവികമായിട്ടും കിട്ടിയാൽ നന്നായിരുന്നു, കിട്ടുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ലാപ്ടോപ്പ് ഒന്നും ആരും കൊണ്ടാത്തതുകൊണ്ട് അത് വലിയ ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യണം, അങ്ങനെ നിങ്ങൾ എക്സസൈസ് വഴി ഇത് ചെയ്ത് പരിശീലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫങ്ഷണൽ ആവുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദ ടൈം ബീങ്. വിൽ മീറ്റ് അഗൈൻ ആഫ്റ്റർ 2 o'clock.